بسم الله والحمد لله وصلى الله وسلم على أشرف خلق الله محمد بن عبد الله وعلى آله وصحبه ومن والاه أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة وأهلها في النار. وبعد فيقول المؤلف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله: باب ما جاء أن الغلو في قبور الصالحين يصيرها أوثانا تعبد من دون الله. باب ما جاء أن الغلو في قبور الصالحين. സ്വാലിഹീങ്ങളുടെ ഖബറുകളുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞാൽ യുസയ്യിറുഹ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്, ആ ഖബറുകൾ വസനുകളായി തീർന്നു. അത് ആ ഖബറുകളെ വസനുകളായിട്ട് ആക്കി തീർത്തു, വിഗ്രഹമാക്കി തീർത്തു. മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിൻ്റെ പുറമെ ആരാധിക്കപ്പെടുന്ന. അറബിയിൽ വസന് എന്നും അതുപോലെ തന്നെ സ്വനമ് എന്നും പറഞ്ഞിട്ട് രണ്ട് പദങ്ങൾ അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരെ കുറിച്ച് പറയാൻ ഈ രണ്ട് പദങ്ങളും ഒരുപോലെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒന്ന് വസന്, രണ്ടാമത്തേത് സ്വനമ്. സാധാരണ സ്വനമ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന വ്യക്തിയുടെ രൂപം കല്ലിലോ മരത്തിലോ ലോഹത്തിലോ അതുപോലുള്ള വസ്തുക്കളിൽ ആ രൂപം തന്നെ ഉണ്ടാക്കണം, അപ്പോഴതിൻ്റെ സ്വനമ് എന്ന് പറയും. എന്നാൽ ആരാധിക്കപ്പെടുന്ന ഏതൊരു വസ്തുവിനും അതിൻ്റെ രൂപം എന്ത് എന്ന് നോക്കാതെ ആരാധിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ രൂപം അതിലുണ്ടായിക്കൊള്ളണമെന്നില്ല. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ, ആരാധിക്കപ്പെട്ട വ്യക്തിയെ മറമാടിയിരിക്കുന്ന സ്ഥലം, അത് വസനാകാം. ആരാധിക്കപ്പെടുന്ന വ്യക്തിയെ മറമാടിയിരിക്കുന്ന ഖബർ, അത് വസനാകാം. അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ, അത് വസനാകാം. അതുകൊണ്ട് തന്നെ മുഅല്ലിഫ് റഹിമഹുള്ള ഈ കാര്യം ഒരു പ്രത്യേകമായി ഒരു അധ്യായമായി തന്നെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹീങ്ങളുടെ ഖബറുകളോട് നമുക്ക് പുലർത്താവുന്ന ഒരു മനോഭാവമുണ്ട്, ശർഅ് അംഗീകരിക്കുന്ന മനോഭാവം. അത് മരിച്ചു പോയിട്ടുള്ള മുഅ്മിനീങ്ങളുടെ ഖബറുകളോട് എല്ലാം പുലർത്തുന്ന ആ മനോഭാവം, അഥവാ അതിലടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു മുഅ്മിനായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ഖബറാണ്. ആ ഖബർ അനാദരിക്കാൻ പാടില്ല. അതേ സന്ദർഭത്തിൽ ആ ഖബറിനെ വന്ദിക്കുകയോ അല്ലെങ്കിൽ അതിര് കവിയുകയോ ചെയ്താൽ, അതിനെ വന്ദിക്കുകയാണെങ്കിൽ അതിര് കവിയുകയാണെങ്കിൽ പിന്നീട് അത് ഖബർ എന്ന സ്ഥാനത്ത് നിന്ന് വസനുൻ, അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹം എന്ന അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടും. ഖാലൽ മുസന്നിഫ് റവാ മാലികുൻ ഫിൽ മുവത്ത. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വസനാക്കി തീർക്കരുത് എന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? ഖബർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ രൂപത്തിൽ ചെത്തിയുണ്ടാക്കിയ ഒരു ബിംബമാണ് എന്നർത്ഥത്തിലല്ല, മറിച്ച് എൻ്റെ ഖബർ ആളുകൾ വന്ദിക്കുകയും അമ്പിയാക്കന്മാരുടെ ഖബറിനോട് കാണിക്കേണ്ടുന്ന ബഹുമാനത്തിനപ്പുറമുള്ള ബഹുമാനവും വന്ദനവും അതിന് നൽകുകയും ചെയ്താൽ അത് വസനായി തീരുന്നു. അങ്ങനെ വസനാക്കി തീർക്കരുത്.
ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗം, അല്ലാഹുവിന്റെ കോപം കഠിനതരമായിരിക്കുന്നു. അലാ ഖൗമിൻ, ഒരു ജനതയോട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലങ്ങളായി സ്വീകരിച്ചു, ദേവാലയങ്ങളായി സ്വീകരിച്ചു. ഖബറുകൾ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമല്ല എന്നിരിക്കെ ഖബറുകളെ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമാക്കി കഴിഞ്ഞാൽ ആ ഖബറിടം അത് വസനായി തീരുകയാണ്. അതുകൊണ്ടാണ് ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗം അത്തരക്കാരെ കുറിച്ച് പറഞ്ഞത്. ആ ജനതയോട് അല്ലാഹുവിന്റെ കോപം കഠിനതരമായിരിക്കുന്നു എന്ന്. വറവാഹു ഇബ്നു അബീ ശൈബ ഫീ മുസന്നഫിഹി അൻ ഇബ്നി അജ്ലാൻ അൻ സയ്യിദ് ഇബ്നി അസ്ലമ ബിഹി വലം യദ്കുർ അത്വാഅൻ. ഇബ്നു അബീ ശൈബയും ഈ സംഭവം റിവായത്ത് ചെയ്തിട്ടുണ്ട്. വറവാഹു അൽ ബസ്സാർ അൻ സയ്യിദ് അൻ അത്വാഇൻ അൻ അബീ സഈദ് അൽ ഖുദരി മർഫൂഅൻ. ഇത് അബൂ സഈദ് അൽ ഖുദരിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തു പറഞ്ഞുകൊണ്ടുള്ള റിവായത്ത് ഇമാം ബസ്സാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലഹു ഷാഹിദുൻ ഇൻദൽ ഇമാമി അഹ്മദ് ബിസനദിഹി അൻ സുഹൈൽ ഇബ്നു അബീ സ്വാലിഹ് അൻ നബിഹി അൻ നബി ഹുറൈറത റഫഅഹു. അബൂ ഹുറൈറയിൽ നിന്നുള്ള റിവായത്തിൽ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ ഖബറിടത്തെ നീ ഒരു വസനാക്കി തീർക്കരുത്. അഥവാ എന്റെ ഖബറിനെ ജനങ്ങൾ വന്ദിക്കുകയും ആ ഖബറിനോട് കാണിക്കാവുന്ന ബഹുമാനമല്ലാതെ അതിൽ കവിഞ്ഞ ബഹുമാനം നൽകി ഒഴിവ് കാണിക്കുകയും അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യപ്പെടുകയും ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി ഖബർ വസന് എന്ന സ്ഥാനത്തേക്ക് ഉയരുന്നു. അങ്ങനെ നീ ആക്കി തീർക്കരുത്. ലഅനല്ലാഹു ഖൗമൻ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അമ്പിയാക്കന്മാരുടെ ഖബറുകൾ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യാനുള്ള മസാജിദുകൾ, ദേവാലയങ്ങളാക്കിയിട്ടുള്ള ജനങ്ങളെ, അഥവാ പൂർവികരായ ക്രൈസ്തവരെയും അതുപോലെ തന്നെ ജൂതന്മാരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വദല്ലൽ ഹദീസ്, ഈ ഹദീസ് നമുക്ക് അറിയിച്ചു തരുന്ന അതിന്റെ ദിലാലത്ത് അലാ അന്ന ഖബ്റൻ നബി ലൗ ഉബിദ ലകാന വസനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആരാധിക്കപ്പെടുന്ന അവസ്ഥ അതിന് വരികയാണെങ്കിൽ അത് വസനുൻ, ഒരു വിഗ്രഹമായിട്ട് പരിഗണിക്കപ്പെടും. لكن حماه الله تعالى بما حال بينه وبين الناس فلا يوصل إليه. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഹിമ, ഒരു സംരക്ഷണം, ഒരു നിരോധിത മേഖല അതിനു ചുറ്റും ഏർപ്പെടുത്തി അതിന് സംരക്ഷണം നൽകി. ودل الحديث على أن الوثن هو ما يباشره العابد من القبور والتوابيت التي عليها. മാത്രമല്ല ഈ ഹദീസിൽ നിന്ന് നമുക്ക് ദിലാലത്ത് ലഭിക്കുന്നുണ്ട്. വസന് എന്ന് പറഞ്ഞാൽ മാ യുബാശിറുഹുൽ ആബിദു മിനൽ ഖുബൂർ, ആരാധകര് നേർക്കുനേരെ ഇടപഴകുന്ന ഒരു ഖബർ, ആ ഖബർ വസനാണ്. അതുപോലെ തന്നെ വത്തവാബീത്ത് അല്ലത്തി അലൈഹ, ഖബറിന്റെ മുകളിൽ വെച്ചിട്ടുള്ള താബൂത്തുകൾ, പെട്ടികൾ, അതെല്ലാം തന്നെ വസനായിട്ടാണ് പരിഗണിക്കുക. വഖദ് അളുമത്തിൽ ഫിത്നതു ബിൽ ഖുബൂർ ബിതഅളീമിഹാ വഇബാദത്തിഹാ, ഈ ഫിത്ന ഖബറുകളെ വന്ദിക്കുകയും ഖബറുകളെ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ള ഫിത്ന വളരെയധികം വലുതായി തീർന്നു. ഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കൈഫ അൻതും ഇദാ ലബിസതുകും ഫിത്ന യഹ്റമു ഫീഹൽ കബീർ വയൻശഉ ഫീഹ الصغير تجري على الناس يتخذونها سنة إذا غيرت قيل غيرت السنة. ഇബ്നു മസ്ഊദ് പറഞ്ഞു, കൈഫ അൻതും, എങ്ങനെയായിരിക്കും നിങ്ങളുടെ കാര്യം, ഇദാ ലബിസതുകും ഫിത്ന, ഫിത്ന നിങ്ങളെ വന്ന് മൂടിക്കഴിഞ്ഞാൽ, യഹ്റമു ഫീഹൽ കബീർ, ആ ഫിത്നയിലാണ്
മനുഷ്യരെല്ലാം തന്നെ വാർദ്ധക്യം പ്രാപിക്കുന്നത്, അഥവാ ആ ഫിത്നയിലാണ് അവർ വളർന്ന് വാർദ്ധക്യം പ്രാപിക്കുന്നത്. ആ ഫിത്ന കണ്ടുകൊണ്ട് ഫിത്നയിൽ മുഴുകിക്കൊണ്ടാണ് ചെറുപ്പക്കാർ വളർന്നു വരുന്നത്. പിന്നീട് ആ ഫിത്ന ജനങ്ങളിൽ അത് വ്യാപിക്കും. ജനങ്ങൾ ആ ഫിത്നയെ ഒരു സുന്നത്തായി, ദീനിന്റെ ചര്യയായിട്ട് അവർ സ്വീകരിക്കും. ഇദാ ഗുയ്യിറത് ഖീല ഗുയ്യിറത്തി സുന്ന. അങ്ങനെ ആ ഫിത്ന പിന്നീട് ആരെങ്കിലും അത് ഫിത്നയാണ്, ദീനിന് വിരുദ്ധമായ കാര്യമാണ് എന്ന് പറയുകയും അത് മാറ്റുകയും ചെയ്താൽ ജനങ്ങൾ പറയും ഗുയ്യിറത്തി സുന്ന, ഇതാ ദീൻ പൊളിഞ്ഞിരിക്കുന്നു, ദീൻ മാറ്റിയിരിക്കുന്നു എന്നവർ പറയുകയും ചെയ്യും. ഇതേ പ്രകാരം ഇന്ന് ഖബറുകളുടെ കാര്യത്തിലുള്ള ഫിത്ന വ്യാപകമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ ഇത്തരത്തിലുള്ള ആസാറുകൾ തത്തബ്ബുഅ് ചെയ്യുന്നത്, അത് സലഫുകളായ ആളുകൾ, സഹാബി വര്യന്മാർ വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ആസാറുകൾ, അതിന്റെ പിറകിൽ ജനങ്ങൾ പോകുന്നതും അതിന് തഅ്ളീം നടത്തുന്നതും വന്ദിക്കുന്നതും പിന്നീട് ഇബാദത്തിലേക്ക് ചാടിപ്പോകുന്നതും അവസാനം അത് വസനായി തീരുന്നതും ആയ കാര്യങ്ങൾ മുൻനിർത്തി ആസാറുകളുടെ പിന്നാലെ പോകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിലക്കാറുണ്ടായിരുന്നു. ابن والله رواية ചെയ്തു سمعت عيسى بن يونس يقول أمر عمر بن الخطاب رضي الله عنه بقطع الشجرة التي بويع تحتها النبي فقطعها. بيعة الرضوان ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രസിദ്ധമായ സംഭവമാണ്. എന്നു മാത്രമല്ല, മനാസിലുകൾ നിശ്ചയിക്കുമ്പോൾ, സ്ഥാനപദവികൾ നിശ്ചയിക്കുമ്പോൾ അതിൽ പരിഗണിക്കപ്പെടുന്ന കാര്യമാണ് ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തു അല്ലെങ്കിൽ പങ്കെടുത്തില്ല എന്നുള്ളത്. സ്വഹാബിമാർ ഒരു വിഭാഗമാണ്. ആ സ്വഹാബിമാർക്കിടയിൽ പിന്നീട് ദറജകളിൽ വ്യത്യാസമുണ്ട്. അഫ്ളലുഹും അബൂബക്കർ, സുമ്മ ഉമറു, സുമ്മ ഉസ്മാനു, സുമ്മ അലിയുൻ. ഇതതിന്റെ ക്രമമാണ്. അത് കഴിഞ്ഞാൽ സുമ്മ ബഖിയത്തുൽ അശറ അൽ മുബശ്ശരീന ബിൽ ജന്ന. അത് കഴിഞ്ഞാൽ അശറത്തുൽ മുബശ്ശരീങ്ങളിൽ പെട്ടിട്ടുള്ള മറ്റ് 6 പേർ. അതിനുശേഷം പിന്നീട് ബദറിൽ പങ്കെടുത്ത ആളുകൾ. അതിനുശേഷം പിന്നീട് ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുകൾ. അത് സ്വഹാബത്തിന്റെ ദറജ തീരുമാനിക്കുന്നതിലെ ഒരു ഘടകമാണ്. ആ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം, വഫാത്തിന് ശേഷം ആളുകൾ ആ വൃക്ഷം, അതൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണല്ലോ, അതിലൂടെ കടന്നു പോകുമ്പോൾ ആ മരത്തോട് ഒരു വല്ലാത്ത ഒരു ബഹുമാനം, ആ ബഹുമാനത്തിൽ അവർക്ക് ഉരുമ്പ് വന്നു ചേരുന്നു, തഅ്ളീമിലേക്ക് എത്തുന്നു. ആ തഅ്ളീം ഇബാദത്തിലേക്ക് അത് വന്നിച്ച് ബഹുമാനിച്ച് അത് അതിന് വിട്ട് ഉരുവ് കാരണത്താൽ തഅ്ളീമിലേക്കും ഇബാദത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന ആദ്യ നിമിഷത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മരം വേരോടെ പിഴുതുമാറ്റാൻ ആജ്ഞാപിക്കുകയുണ്ടായി. ലിഅന്ന الناس كانوا يذهبون فيصلون تحتها. കാരണം ജനങ്ങൾ ആ ബൈഅത്തുർ റിദ്വാൻ നടന്നിട്ടുള്ള വൃക്ഷച്ചുവട്ടിലേക്ക് പോവുകയും അതിന്റെ കീഴിൽ നമസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഫഖാഫ അലൈഹിമുൽ ഫിത്ന. ഫിത്നയുടെ തുടക്കം ഇങ്ങനെയാണ്. അതിനാൽ ഫിത്ന വരും എന്ന് മനസ്സിലാക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത് വേരോടെ പിഴുതുമാറ്റാൻ വേണ്ടി പറഞ്ഞു. ഫിത്നയുടെ കാര്യം അങ്ങനെയാണ്. തുടക്കത്തിൽ ഫിത്നയാണ് എന്ന് മനസ്സിലാവില്ല. ഒരു ഫിത്ന നമ്മുടെ അടുക്കലേക്ക് അപ്രോച്ച് ചെയ്തു വരുമ്പോൾ അത് ഫിത്നയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഒരു ആലിമിന് മാത്രമാണ്. എന്നാൽ ആ ഫിത്ന വന്ന് സർവം നശിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ അറഫഹാ കുല്ലു ജാഹിൽ, അപ്പോഴാണ് ജാഹിലുകൾക്കൊക്കെ മനസ്സിലാകുക അത് ഫിത്നയായിരുന്നു. അതുവരെ അത് സത്യമാണ്, അത് ന്യായമാണ്, അതിലും കാര്യമില്ലേ, അതിലും കഴമ്പില്ലേ എന്ന് ചോദിക്കാൻ ജാഹിലുകൾ പിന്നാലെ കൂടും. ഇതാണ് സ്വഭാവം. ഈ കാര്യം ഭയന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത് വേരോടെ പിഴുതുമാറ്റാനാണ് പറഞ്ഞത്. വഖാല അൽ-മഅറൂർ ഇബ്നു സുവൈദ് സ്വല്ലൈതു മാ ഉമർ ഇബ്നുൽ ഖത്താബ് ബിതരീഖ് മക്കത്ത സ്വലാത്ത് സുബ്ഹ്. ഞങ്ങൾ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂടെ
മക്കയിലേക്കുള്ള വഴിയിൽ വെച്ച് സുബഹ് നമസ്കരിച്ചു. സുബഹ് നമസ്കരിച്ചതിനു ശേഷം ജനങ്ങൾ പല ഭാഗങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഫഖാല അയ്ന യദ്ഹബു ഹൗലാ, ഇവരെങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ഉമർ തിരക്കി. ഫഖീല യാ അമീറൽ മുഅ്മിനീൻ മസ്ജിദുൻ സല്ലല്ലാ ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹും യുസല്ലൂന ഫീഹി. അവർ പോകുന്നത് ഒരു പള്ളിയിലേക്കാണ്. ആ പള്ളിക്കുള്ള പ്രത്യേകത അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഫഖാൽ, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിമിസ്ലി ഹാദാ, നിങ്ങളുടെ പൂർവികരായ ആളുകൾ നശിച്ചു പോയത് ഇതുപോലുള്ള കാര്യങ്ങൾ നിമിത്തമാണ്. കാനൂ യതതബ്ബഊന ആഥാറ അംബിയാഇഹിം, അവരിലേക്ക് നിയുക്തരായ അമ്പിയാക്കന്മാരുടെ തിരുശേഷിപ്പുകൾ അത് പിന്തുടർന്നുകൊണ്ട് അത് തിരക്കിക്കൊണ്ട് പോകുന്നവരായിരുന്നു. അങ്ങനെ ആ ആസാറുകൾ അന്വേഷിച്ച് അതിന്റെ പിന്നാലെ പോവുകയും അതിനോട് ഒരു തരത്തിലുള്ള ബഹുമാനം കാണിക്കുകയും ആ ബഹുമാനം പിന്നീട് അതിര് വിട്ടുകൊണ്ട് ശറഅ് അംഗീകരിക്കുന്ന പരിധിക്കപ്പുറത്തേക്ക് പോയി തഅ്ളീമിലേക്കും ഇബാദത്തിലേക്കും അത് ചെന്നെത്തുകയും ചെയ്തു. അങ്ങനെയാണ് നിങ്ങളുടെ പൂർവികരായ സമുദായങ്ങൾ നശിക്കാനിട വന്നിട്ടുള്ളത്. വയത്തഖിലൂനഹാ കനാഇസ വബിയഅൻ, അവരുടെ അമ്പിയാക്കന്മാരുടെ തിരുശേഷിപ്പുകളുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കനാഇസുകൾ അതുപോലെ തന്നെ ബിയഅകൾ സത്രങ്ങളും മഠങ്ങളും അവർ പണി കഴിപ്പിച്ച് അവിടെ അള്ളാഹുവിന് അവർ ഇബാദത്ത് ചെയ്യുമായിരുന്നു. അതിനാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നമസ്കരിക്കുന്നതിന് പ്രത്യേകമായ പുണ്യമുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, പറയാതെ പോയിട്ടില്ല. എവിടെയാണോ ഖൈറുള്ളത്, ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അയ്യദുല്ല ഉമ്മതഹു അലാ ഖൈരി മാ യഅലമുഹു ലഹും. മുഹമ്മദ് നബിയാകട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകലമാന അമ്പിയാക്കളും മുർസലീങ്ങളുമാകട്ടെ, ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി, ആ നബിമാരിൽപ്പെട്ട ഓരോരുത്തനും കടമയായിട്ടുള്ള കാര്യമാണ് അൻയതുല്ല ഉമ്മതഹു, തന്റെ ഉമ്മത്തിന് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് കടമയാണ്. അലാ ഖൈരി മാ യഅലമുഹു ലഹും, അവർക്ക് ഖൈറാകുന്ന കാര്യമേതാണോ അത് ഒന്നുപോലും വിട്ടൊഴിയാതെ മുഴുവനായും അത് പഠിപ്പിച്ചു കൊടുക്കൽ അവർക്ക് കടമയാണ്. അതിനാൽ ഒരു പള്ളിയിൽ നമസ്കരിക്കുന്നതിന് പുണ്യമുണ്ടെങ്കിൽ അത് റസൂലുള്ള പറയാതെ പോയിട്ടില്ല. 3 പള്ളികളുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മസ്ജിദുൽ ഹറാമിലുള്ള നമസ്കാരമാണ്. 100,000 തവണ നിങ്ങൾ മറ്റു പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ അതിന് പ്രതിഫലമുണ്ട്. പിന്നെ മസ്ജിദുൽ നബവിയാണ്, അത് കഴിഞ്ഞാൽ മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികൾക്ക് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ സുന്നത്ത് ഒരു പുണ്യമുണ്ട് അല്ലെങ്കിൽ ഫളലുണ്ട് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് മസ്ജിദ് ഖുബായിലുള്ള പള്ളിയാണ്. ഇതല്ലാത്ത മറ്റൊരു പള്ളിയിൽ സാധാരണ ഏതൊരു പള്ളിയിലും നമസ്കരിക്കുന്നത് പോലുള്ള പുണ്യമല്ലാതെ റസൂലുള്ള നമസ്കരിച്ചു അല്ലെങ്കിൽ റസൂലുള്ളാന്റെ കാലത്തുണ്ടായി ഇങ്ങനെയുള്ള കാരണത്താൽ അതിന് ഒരു ഫളല് കൽപ്പിക്കുക എന്നത് അംഗീകരിച്ചിട്ടേയില്ല. തൂറിലേക്ക് പോകുമ്പോൾ സഹാബത്ത് ഒരിക്കലും ആരെങ്കിലും തൂറിലേക്ക് പോയാൽ മൂസ അലൈഹിസ്സലാം അള്ളാഹുവുമായിട്ട് സന്ധിക്കുകയും തൗറാത്തിന്റെ ഏടുകൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ആ പ്രദേശം അവിടത്തേക്ക് ഒരാൾ പോകാൻ തീരുമാനിച്ചാൽ സ്വഹാബത്ത് അത് വിലക്കുമായിരുന്നു. അങ്ങനെ ഒരു ആസാറിനും അവശേഷിപ്പുകൾക്കൊന്നിനും ഇത്തരത്തിലുള്ള ഫളലുകൾ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഉള്ളതേതെല്ലാം അത് നിശ്ചയിച്ചു തന്നു. അതല്ലാത്തൊരു പള്ളിയില്ല. എന്നിട്ട് പറഞ്ഞു, ഫമൻ അദറകതുഹു സ്വലാത്തു ഫീ ഹാദിഹിൽ മസാജിദി ഫല്യുസല്ലി, ആരെങ്കിലും ആ പള്ളിയിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ നമസ്കാര സമയമായിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നമസ്കരിച്ചു കൊള്ളട്ടെ. സ്വാഭാവികമായി ആ പള്ളിയിൽ കയറുന്നു, നമസ്കരിക്കുന്നു. അല്ല വമല്ല, എന്നാൽ ഒരാൾക്ക് പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ സമയത്തല്ല ആ പള്ളിയിലൂടെ വരുന്നത് എങ്കിൽ ഫല്യംളി വലാ യതഅമ്മദ്ഹ, അയാൾ അയാളുടെ പ്രയാണം തുടരട്ടെ. ആ പള്ളി പ്രത്യേകം ഉദ്ദേശിച്ചതിലേക്ക് അയാൾ കയറാൻ ഒരുങ്ങരുത്. ഇതാണ് ആസാറുകളുടെ കാര്യത്തിൽ. റസൂലുള്ള നമസ്കരിച്ചു എന്ന് പറഞ്ഞ പള്ളിയുടെ കാര്യത്തിൽ സ്വഹാബത്തിന്റെ തീരുമാനം അതാണ്.
وفي مغازي بن إسحاق من زيادات يونس بن بكير عن أبي خلدة خالد بن دينار قال حدثنا أبو العالية قال لما فتحنا تستر وجدنا في بيت مال الهرمزان سريرا عليه رجل ميت. തുസ്തർ പ്രദേശം ഇസ്ലാമിന്റെ കീഴിൽ വന്നപ്പോൾ ഞങ്ങൾ ജയിച്ചടക്കിയപ്പോൾ വജദ്നാ ഫീ ബൈത്തി മാലിൽ ഹുർമുസാൻ, ഹുർമുസാൻ അവിടുത്തെ ഭരണകർത്താവാണ്, അന്നത്തെ അമുസ്ലിം ഭരണകർത്താവ്. അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയിട്ട് തുസ്തർ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബൈത്തുൽ മാലിൽ, അവിടുത്തെ ഖജനാവിൽ ഞങ്ങൾ കണ്ടെത്തി സരീറൻ, ഒരു കട്ടിൽ, അലൈഹി റജുലുൻ മയ്യിത്ത്, ആ കട്ടിലിനു മീതെ റജുലുൻ മയ്യിത്ത്, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭൗതിക ജഡം കിടപ്പുണ്ട്. ഇൻദ റഅസിഹി മുസ്ഹഫ്, അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് ഒരു മുസ്ഹഫുണ്ട്, തലയുടെ ഭാഗത്ത് ഒരു മുസ്ഹഫുണ്ട്, പാരായണം ചെയ്യുന്നൊരു ഗ്രന്ഥം എന്നർത്ഥത്തിൽ. സുഹഫ് ഏടുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥം, അല്ലാതെ ഖുർആൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. فأخذنا المصحف فحملناه إلى عمر, അങ്ങനെ ആ മുസ്ഹഫ് ഞങ്ങൾ എടുത്തു, എന്നിട്ട് അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഫദഅ ലഹു കഅബൻ ഫനസഖഹു ബിൽ അറബിയ്യ, അപ്പോൾ കഅബിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു വരുത്തി. എന്നിട്ട് ഈ ഏടിൽ എന്താണുള്ളത് എന്നത് അദ്ദേഹത്തോട് അത് വിവർത്തനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഫഅന അവ്വലു റജുലിൻ ഖറഅഹു മിനൽ അറബ്, ആ ഗ്രന്ഥം അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ട് മാറ്റി എഴുതിയിട്ട് അത് ആദ്യമായി വായിച്ച മനുഷ്യൻ ഞാനാണ്. ഖറഅതുഹു മിസ്ല മാ ഖറഉൽ ഖുർആൻ, ഖുർആൻ വായിക്കുന്നത് പോലെ ഞാൻ അത് വായിച്ചു. ഫഖുൽതു ലി അബുൽ ആലിയ, അപ്പോൾ ഞാൻ അബുൽ ആലിയോട് ചോദിച്ചു, മാ കാന ഫീഹി, എന്തായിരുന്നു ആ ഗ്രന്ഥത്തിലുണ്ടായിരുന്നത്, ഏടിലുണ്ടായിരുന്നത്? ഖാല സീറത്തുക്കും വഉമൂറുക്കും വനുഹൂറു കലാമിക്കും വമാ ഹുവ കായിനുൻ ബഅദു, അതിൽ നിങ്ങളുടെ സീറയുണ്ട്, വഉമൂറുക്കും, നിങ്ങളുടെ ചര്യകളുണ്ട്, കാര്യങ്ങളുണ്ട്, വനുഹൂറു കലാമിക്കും, നിങ്ങളുടെ കലാമിലുള്ള സംസാരത്തിന്റെ ലഹനുകൾ, ഈണങ്ങളുണ്ട്, വമാ ഹുവ കായിനുൻ ബഅദ്, പിന്നീട് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, തനബ്ബുആത്തുകൾ, അത് ഈ ഗ്രന്ഥത്തിലുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഖുൽതു ഫമാ സനഅതും ബിർറജുൽ, ആ ഏടിന്റെ കാര്യം അങ്ങനെ. എന്നാൽ ആ കട്ടിലിൽ കിടന്നിരുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മൃതശരീരം അതെന്ത് ചെയ്തു? ഖാല ഹഫർനാ ലഹു ബിന്നഹാർ 13 ഖബ്റൻ മുതഫർരിഖതൻ, അദ്ദേഹത്തിന്റെ ആ ശരീരം മറവ് ചെയ്യാൻ വേണ്ടി പകലിൽ ഞങ്ങൾ 13 ഖബറുകൾ കുഴിച്ചു. 13 ഖബർ, ഒരേപോലത്തെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ 13 ഖബറുകൾ കുഴിച്ചു. ഫലമ്മാ കാന ബില്ലൈൽ, അങ്ങനെ രാത്രിയായപ്പോൾ ദഫന്നാഹു, അദ്ദേഹത്തെ ആ ഖബറുകളിൽ ഒന്നിൽ ഞങ്ങൾ മറവ് ചെയ്തു. വസംവൈനൽ ഖുബൂറ കുല്ലഹ, എല്ലാ ഖബറുകളും ഞങ്ങൾ മണ്ണിട്ട് മൂടുകയും ചെയ്തു. ലിനുഅമ്മിയഹു അലന്നാസി ലാ യംബിശൂനഹു, ഏതു ഖബറിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് എന്നത് ജനങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടി, അവരെ അത് മറച്ചു വെക്കാൻ വേണ്ടി, എന്നിട്ട് അവർ ആ ഖബർ മാന്തി വീണ്ടും ആ ശരീരം എടുത്തുകൊണ്ടുപോയി വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി ആ ഖബറുകൾ മുഴുവനും ഞങ്ങൾ ഒരുപോലെ, ആ ഖബർ 13 ഖബറുകൾ മൂടി. അപ്പൊ ഏതിലാന്ന് അറിയില്ല, ഇങ്ങനെ ചെയ്തത്. ഖുൽതു വമാ യർജൂന മിൻ, ഞാൻ ചോദിച്ചു, എന്താണ് ആ മനുഷ്യനിൽ നിന്ന് തുസ്തറിലുണ്ടായിരുന്ന ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്? അദ്ദേഹത്തിന്റെ ഭൗതിക ജഡം അങ്ങനെ നിലനിർത്തിയിട്ട് അതിൽ നിന്ന് എന്ത് ഗുണമാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്? ഖാൽ കാനത്തി السماء إذا حبست عنهم برزوا بسريره فيمطرون, അവരുടെ തുസ്തറിലുണ്ടായിരുന്ന ആളുകൾ ചെയ്യാറുണ്ടായിരുന്നത്, അവർക്ക് മഴ ലഭിക്കാതെ, ക്ഷാമം വന്നാൽ, മഴ ലഭിക്കാതെ പോയാൽ ഈ കട്ടിലിൽ ആ മയ്യത്ത്, ആ മയ്യത്ത് കിടക്കുന്ന കട്ടിലുമായിട്ട് ജനങ്ങൾ പുറത്തിറങ്ങും. അങ്ങനെ ആ കട്ടിലിനെ മുൻനിർത്തിയിട്ട് അവർ കട്ടിലും വെച്ചുകൊണ്ടാണ് അവരൊരു പ്രയാണം നടത്തും. അവർ കട്ടിൽ മുൻനിർത്തിയിട്ട് അതാണ് അവർ മഴ ചോദിക്കുന്നത്. അങ്ങനെ ഫയുംതറൂൻ, അവർക്ക് മഴ ലഭിക്കുമായിരുന്നു. ഖുൽതു മൻ കുൻതും തظنون الرجل, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആരായിരിക്കാനാണ് ആ മനുഷ്യൻ, ആരായിരിക്കാനാണ് സാധ്യത, ആരെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഖാല റജുലുൻ യുഖാലു ലഹു ദാനിയേൽ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് റജുലുൻ യുഖാലു ലഹു ദാനിയേൽ, ദാനിയേൽ പ്രവാചകൻ എന്ന് പറയുന്ന
ദാനിയേൽ പ്രവാചകന്റെ ദാനിയേൽ എന്ന് പറയുന്നത് പ്രവാചകനായിട്ടാണ് ഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരമായിട്ടാണ് അവരത് കരുതിയിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടിട്ട് എത്ര കാലമായി, അദ്ദേഹം മരിച്ചിട്ട് എത്ര കാലമായി എന്നാണ് നിങ്ങൾ കാണുന്നത്, കരുതുന്നത്? 300 വർഷമായിട്ടുണ്ട്. എന്നിട്ട് ആ ശരീരത്തിന് യാതൊരു പകർച്ചയും സംഭവിച്ചില്ല. ഒരു പകർച്ചയും സംഭവിച്ചില്ല. ഇല്ലാ ശുഐറാത്തിൻ മിൻ ഖഫാഹ്, അദ്ദേഹത്തിന്റെ പിരടിയിലുണ്ടായിരുന്ന കുറച്ച് രോമങ്ങൾ അത് പൊഴിഞ്ഞതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന ലുഹൂമൽ അംബിയാ ലാ തുബ്നീഹൽ അർള്, അംബിയാക്കന്മാരുടെ ശരീരം ഭൂമി ദ്രവിപ്പിക്കില്ല എന്നും പറഞ്ഞു. ഈ സംഭവം ബിദായ നിഹായയിൽ അല്ലാമത്ത് ഇബ്നു കസീർ റിവായത്ത് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇത് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് മഹാന്മാരുടെ, അമ്പിയാക്കന്മാരുടെയും മഹാന്മാരുടെയും ആസാറുകൾ, അവശേഷിപ്പുകൾ ജനങ്ങൾ എങ്ങനെയാണ് അതുകൊണ്ട് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് ഇതുപോലുള്ളൊരു അവസ്ഥ ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തു. ആ ദുആയുടെ ഫലമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് വീട്ടിനകത്തായി കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്പിയാക്കന്മാരെ ദഫ്ന ചെയ്യേണ്ടത് ഹൈസു യുഖ്ബലൂൻ, എവിടെ വെച്ചാണോ അവരുടെ റൂഹ് പിടിക്കപ്പെടുന്നത് ആ സ്ഥലത്തു തന്നെ അവരടക്കം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹായുടെ റൂമിനകത്താണ്. പിന്നെ അത് ആ റൂമിനകത്ത് മറവ് ചെയ്തു എന്ന് മാത്രമല്ല, അത് ഭദ്രമാക്കി വെച്ചു. പിന്നെ 3 മതിലുകൾ കൊണ്ട് അത് വലയം ചെയ്യപ്പെട്ടു. മാത്രമല്ല ഖബറിന് നേരെ തിരിയാൻ പറ്റാത്ത വിധത്തിൽ അതിനെ കോണാക്കിയിട്ട്, ഒരാൾ ഉദ്ദേശപൂർവ്വം ഖബറിലേക്ക് തിരിയാൻ വിചാരിച്ചാൽ പോലും പറ്റാത്ത വിധം ഒരു ത്രികോണം മാതിരി കോണാക്കിയിട്ട്, ജനങ്ങൾ വരുന്ന ഭാഗം കോണാക്കിയിട്ട് വെച്ചു, ഖബറിലേക്ക് തിരിയാൻ പറ്റാതെ. പിന്നീട് റസൂലുള്ളാഹിന്റെ ഖബർ മാന്തപ്പെടുമോ എന്നുള്ള ഭയമുണ്ടായപ്പോൾ പിൽക്കാലത്ത് ഭൂമി ഒരുപാട് ആഴത്തിലേക്ക് കീറിയിട്ട് ചുറ്റും ലോഹം കൊണ്ട് വലിയ മതിൽ തീർത്തു. ജനങ്ങൾ ഒരാളും റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് ഇന്ന് എത്തിപ്പെടുന്നില്ല. അത് ജസീറത്തുൽ അറബ് ഭരിക്കുന്ന ഭരണാധികാരികളുടെ കൈവശമല്ലാതെ അതിന്റെ താക്കോലില്ല. അവർക്ക് വല്ലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒന്ന് തുറക്കണമെങ്കിൽ അവർ തുറക്കുന്നു, അടക്കുന്നു, വേറൊന്നുമില്ല. ബാക്കി ആർക്കും അത് തുറന്നു കൊടുക്കുന്നില്ല. ഒരാൾക്കും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. 3 മതിലുകൾക്കുള്ളിലാണ്. ഭൂമിയിലാണെങ്കിൽ അത് ലോഹത്തിന്റെ വലിയ ഭിത്തിക്കുള്ളിലാണ്, സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ബഖീഇലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ആയിരുന്നുവെങ്കിൽ അതുകൊണ്ടുണ്ടാകുമായിരുന്ന ഫിത്ന എത്ര വലുതാകുമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ആ ദുആയുടെ ഇസ്തിജാബത്തിന്റെ ഫലമാണ്. ഇല്ലെങ്കിൽ വരാവുന്ന അവസ്ഥ അതാണ്. ദാനിയേൽ പ്രവാചകന്റേതെന്ന് കരുതപ്പെടുന്ന ഒരു ശരീരം 300 വർഷമായിട്ട് കട്ടിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിരസിന്റെ ഭാഗത്ത് ഒരു ഏടും വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് മഴ കിട്ടാതായാൽ ആ കട്ടിലുമായിട്ട് അവർ ഊരു ചുറ്റുകയാണ്, എന്നിട്ട് മഴ ലഭിക്കുന്നു എന്നവർ പറയുന്നു. അതോടുകൂടി അതെന്തായിത്തീരുന്നു? വസനൻ യുഅബദായിത്തീരുന്നു. قال ابن القيم ففي هذه القصة ما فعله المهاجرون والأنصار رضي الله عنهم من تعمية قبره لئلا يفتتن فيه. ദാനിയേൽ പ്രവാചകന്റേതെന്ന് പറയുന്ന ആ ശരീരം 13 ഖബറുകൾ വെട്ടി രാത്രിയിൽ ആരും അറിയാതെ അതിലേതോ ഒന്നിൽ മാത്രം മറവ് ചെയ്തു. എന്നിട്ട് എല്ലാ ഖബറുകളും മൂടി ഏതിലെന്ന് ആർക്കും അറിയാതെ അത് മറച്ചു വെച്ചതിലുണ്ട്. അതെന്തിനു വേണ്ടി? ലിഅല്ലാ യുഫ്തതന ബിഹി, ആ
ആസാറുമായിട്ട്, ദാനിയേൽ പ്രവാചകന്റേതെന്ന് പറയുന്ന അവശേഷിപ്പുമായിട്ട് പിന്നീട് ജനങ്ങൾ ബന്ധപ്പെടുകയോ അതിൽ ഫിത്നയിൽ അകപ്പെടുകയോ ചെയ്യാതിരിക്കാൻ. വലം യുബ്രിസൂഹു ലിദ്ദുആഇ ഇൻദഹു വത്തബറുകി ബിഹി, മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന ആളുകൾ ഒരിക്കലും തന്നെ അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണ് എന്നത് വെളിപ്പെടുത്തിയില്ല. അവിടെ പോയിട്ട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു പുണ്യമുണ്ടാകും, അല്ലെങ്കിൽ അതുകൊണ്ട് ബർക്കത്ത് തേടാമെന്ന നിലക്ക്. വലൗ ഗഫിറ ബിഹിൽ മുതഅഖിറൂൻ ലജാലദു അലൈഹി ബിസ്സുയൂഫ്, പിൽക്കാലത്തായിരുന്നു ഈ സംഭവമെങ്കിൽ ഇത് സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തായതുകൊണ്ട് അത് മറച്ചുവെക്കുക ചെയ്തത്. മറ്റൊരു കാലത്തായിരുന്നുവെങ്കിൽ ആ ദാനിയേൽ പ്രവാചകന്റെ അവശേഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് യുദ്ധങ്ങൾ നടക്കുമായിരുന്നു. വലഅബദൂഹു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമായിട്ട്, ഒരാരാധ്യ വസ്തുവായിട്ട് അതിനെ അവർ പരിവർത്തിപ്പിക്കുമായിരുന്നു. വഖാല ശൈഖുൽ ഇസ്ലാം യഅനി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, വഹുവ ഇൻകാറും മിൻഹും ലിദാലിക്, ഈ സംഭവം അവരതിനെ മറച്ചുവെച്ചു എന്നുള്ളത് ഖബറുകളെയും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ അവശേഷിപ്പുകളെയും ഒരു കാരണവശാലും തഅളീം നടത്തുവാനും ഇബാദത്ത് നടത്തുവാനും പാടില്ല എന്നതിനുള്ള അവരുടെ ശക്തമായ ഇൻകാറാണ് ഈ സംഭവത്തിലുള്ളത്. ഫമൻ ഖസദ ബുഖഅതൻ യർജു അൽ ഖൈറ ബിഖസ്ദിഹാ വലൻ യസ്തഹിബ്ബ അശ്ശാരിഉ ഖസ്ദഹാ, ആരെങ്കിലും ഒരു സ്ഥലത്തെ ലക്ഷ്യം വെച്ച് ചെന്നു, ആ ലക്ഷ്യം വെച്ച് ചെല്ലുന്നത് അൽ ഖൈർ, അവിടെ ചെന്നാൽ ഖൈർ കിട്ടുമെന്ന അർത്ഥത്തിൽ, വലം യസ്തഹിബ്ബ അശ്ശാരിഉ ഖസ്ദഹാ, ആ സ്ഥലം ലക്ഷ്യം വെച്ച് പോവുക എന്നുള്ളത് ശാരിആയ അല്ലാഹു നമുക്ക് നിയമമാക്കിയിട്ടില്ല, നല്ലതായി പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ ഫഹുവ മിനൽ മുൻകറാത്ത്, സംശയമില്ല ആ കാര്യം മുൻകറാത്തിൽപ്പെട്ടതാണ്, അത് വെറുക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലത് മറ്റു ചിലതിനേക്കാളും കഠിനതരമാണ്. ചിലരവിടെ പോയി നമസ്കരിക്കാനാണ് ലക്ഷ്യമാക്കുക, അല്ലെങ്കിൽ ചിലർ അതിന്റെ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യാനാണ്, മറ്റു ചിലർ അതിന്റെ അടുക്കൽ പോയിട്ട് ഖുർആൻ പാരായണം ചെയ്യാനാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അള്ളാഹുവിന് ദിക്ർ ചൊല്ലാനാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ധ്യാനിക്കാൻ വേണ്ടിയാണ്. يخص تلك البقعة بنوع من العبادة التي لم يشرع تخصيصها به لا نوعا ولا عينا, അവർ ആ സ്ഥലത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഇബാദത്ത് അവിടെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ലം യുശ്റഅ തഖ്സീസുഹാ ബിഹി, ആ സ്ഥലത്ത് ആ ഇബാദത്ത് പ്രത്യേകമായി ചെയ്യുക എന്നുള്ളത് ശർആക്കപ്പെട്ടതല്ല. ലാ നൗഅൻ വലാ ഐനൻ, ആ ഇനം ഇബാദത്തോ അല്ലെങ്കിൽ ആ ഇബാദത്ത് പ്രത്യേകമായ ഇബാദത്തോ ചെയ്യാൻ ശാരിആയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കിയിട്ടില്ല. ഇല്ല അന്ന ദാലിക ഖദ് യജൂസു ബിഹുക്മിൽ ഇത്തിഫാഖ് ലിഖസ്ദി ദുആഇ ഫീഹാ കമൻ യസൂറുഹാ വയുസല്ലിമു അലൈഹാ വയസ്അലുല്ലാഹ അൽആഫിയത ലഹു വലിൽ മൗതാ കമാ ജാഅത്തി സുന്നത്തു ബിഹി. ആകെ ഖബറിന്റെ അരികിൽ ഒരാൾക്ക് അനുവദനീയമായിട്ടുള്ള ശാരിആയ അല്ലാഹു വകവെച്ച് തന്നിട്ടുള്ള കാര്യം അതെന്താണ്? ആ ഖബറിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആള് മുസ്ലിമായ ആളുകളാണെങ്കിൽ അവർക്ക് പോയിട്ട് സലാം പറയാം. വയസ്അലുല്ലാഹൽ ആഫിയത ലഹു വലിൽ മൗതാ, അള്ളാഹുവിനോട് തനിക്കും മരണപ്പെട്ടു പോയിട്ടുള്ള മുഅ്മിനീങ്ങൾക്കും ആഫിയത്ത് ചോദിക്കാം. അതുമാത്രമാണ് കമാ ജാഅത്ത് സുന്നത്തു ബിഹി, സുന്നത്തിൽ വന്നതുപോലെ. അഥവാ മഖ്ബറ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് നൽകിയിട്ടുള്ള നിർദ്ദേശം ആ നിർദ്ദേശത്തിലുള്ളതുപോലെ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ താമസിക്കുന്ന ഭവനമാണിത്, മഖ്ബറയാണിത്, അതിനാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അവർക്ക് സലാം പറയുന്നു, അവർക്ക് സലാം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, അള്ളാഹു നമുക്കും നിങ്ങൾക്കും ആഫിയത്ത് നൽകട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ, നിങ്ങൾ മുന്നിൽ പോയി ഞങ്ങളിതാ പിന്നിൽ വരുന്നു. ഈ വാചകമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഐറ്റം നമസ്കാരമോ അല്ലെങ്കിൽ ഒരു ഇബാദത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് മുസ്തഹബാക്കി വെച്ചിട്ടില്ല. അതാര് ചെയ്താലും യുഅദ്ദു മിനൽ മുൻകറാത്ത്, അത് മുൻകറാത്തിലാണ് ഗണിക്കപ്പെടുക. വഅമ്മാ തഹർരി ദുആഇ ഇൻദഹാ ബിഹൈസു യസ്തശ്ഇറു അന്ന ദുആ ഹുനാക അജ്വബു മിൻഹു ഫി ഗൈരി, എന്നാൽ ആ ഖബറിന്റെ അടുക്കൽ പോയിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥനകൾ.
എന്തുകൊണ്ട്? ആ ഖബറിന്റെ പരിസരത്താകുമ്പോൾ, സമീപത്താകുമ്പോൾ ദുആ ചെയ്യുന്ന ആൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും. ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു സ്ഥലത്ത് വെച്ച് ദുആ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു അത് കേൾക്കാനും അത് സ്വീകരിക്കാനും ഉത്തരം ചെയ്യാനും സാധ്യതയുണ്ട് എന്നയാൾ കരുതുന്നുവെങ്കിൽ ഫഹാദാ ഹുവൽ മൻഹിയ്യു അൻഹു, ഇതാണ് ശർഇൽ വിലക്കപ്പെട്ടിട്ടുള്ള കാര്യം. അങ്ങനെ തഖ്സീസു ബുഖഅ ബിനൗഇൻ മിനൽ ഇബാദ ഔ ബിഐനിൻ മിനൽ ഇബാദ ലം യസ്തഹിൽ ബഹ ശാരിഅ, ശാരിഅയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുസ്തഹിബായി പറയാത്ത ഒരു ഇബാദത്ത്, ഒരു ദുആ, ഒരു ഇനം, ഒരു ഐറ്റം അവിടെ പോയി ചെയ്യാന്നുള്ളത് അത് മുൻകറാത്തിൽപ്പെട്ട കാര്യമാണ്. ഇസ്തഗ്ളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, ഇത് കബായിറിൽപ്പെട്ടതാണ്. അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ നമസ്കാരത്തിനുള്ള അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമായിട്ട് ഒരാൾ സ്വീകരിച്ചാൽ നമസ്കാരവും അതുപോലെ തന്നെ ഖബറും ഒരിക്കലും ഒത്തുപോകാത്ത കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദർസിലെ പറഞ്ഞു വന്നതാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഭൂമി മുഴുക്ക മസ്ജിദായി അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു. അതിൽ നിന്ന് ഒഴിച്ചു നിർത്തിയത് 2 സ്ഥലം മാത്രമേ ഉള്ളൂ, അൽ ഹമ്മാമു വൽ ഖബർ. ഒന്ന് ടോയ്ലറ്റുകളും മറ്റൊന്ന് ഖബറുകളുമാണ്. വഫിൽ ഖിറാഅലി ത്വബരി, ഇമാം ത്വബരി അദ്ദേഹം ഇമാം മാലിക്കിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ഇമാം മാലിക് പറഞ്ഞതായി റിവായത്ത് ചെയ്യുന്നു. അന്നഹു കരിഹ അൻ യഖൂൽ, ഇമാം മാലിക് കറാഹത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ യഖൂൽ, ഒരാൾ ഇങ്ങനെ പറയുന്നത്, സുർതു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിച്ചു. അത് ഒരു വലിയ അതൃപ്പത്തോടു കൂടി, ഒരു ആഘോഷത്തോടു കൂടി ഞാൻ നബിന്റെ ഖബർ സന്ദർശിച്ചു എന്ന് പറയുന്നത് ഇമാം മാലിക് വെറുത്തിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ഇമാം ത്വബരി അദ്ദേഹത്തിന്റെ ഖിറയിൽ റിവായത്ത് ചെയ്യുന്നത്. വഅല്ലല ദാലിക ബിഖൗലിഹി, അങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബർ സന്ദർശിക്കുക എന്നത് ഒരു ആഘോഷമാക്കുന്നത്, അത് വലിയ ഒരു സംഭവമാക്കി തീർക്കുന്നത് പാടില്ലാതെ കറാഹത്താണ് എന്ന് പറയുന്നതിന് ഇല്ലത്തായി ഉദ്ധരിച്ചത് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ ഒരു വസനാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുള്ള ഹദീസാണ്. കരിഹ ഇളാഫത ഹാദൽ ലഫ്ള് ഇലൽ ഖബർ ലിഅല്ലാ യഖഅ തശബ്ബുഹു ബിഫിഅലി ഉലൈക സദ്ദൻ ലിദ്ദരീഅ, കാരണം അവര് അഥവാ ജൂത ക്രൈസ്തവന്മാര് ചെയ്തതുപോലെ ഖബറിനെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് പറഞ്ഞ് അത് ക്രമേണ എല്ലാവരും എപ്പോഴും കടന്നു ചെല്ലുന്ന, എല്ലാവർക്കും എപ്പോഴും കടന്നു ചെല്ലാനുള്ള ഒരു സ്ഥലമായി ഓരോ പ്രത്യേക ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ എല്ലാ സമയത്തും ഇങ്ങനെ സിയാറത്താക്കി നടന്ന് അങ്ങനെയുള്ള ഒരു സംഭവം ആവുകയാണെങ്കിൽ അത് വസനിലേക്കെത്തും. അതിന്റെ വഴി അടക്കാൻ വേണ്ടിയിട്ടാണ്. قال شيخ الإسلام ومالك قد أدرك التابعين وهم أعلم الناس بهذه المسألة، فدل ذلك على أنه لم يكن معروفا عنده ألفاظ زيارة قبر النبي. ഇമാം മാലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അഅലമുൻ നാസ് ബിഹാദിഹിൽ മസ്അല അദ്റക താബിഈൻ, താബിഈ വര്യന്മാരിൽപ്പെട്ട കിബാറുകളെയും കണ്ടുമുട്ടിയിട്ടുള്ള ആളാണ് ഇമാം മാലിക് ഇബ്നു അനസ്. തബഉൽപ്പെട്ട ആളാണ്. താബിഈങ്ങളിലുള്ള ജുല്ലിനെയും കിബാറിനെയും കണ്ടുമുട്ടിയിട്ടുള്ള ആളാണ് ഇമാം മാലിക്. അവരാണല്ലോ ഈ മസലയെ കുറിച്ച് ഏറ്റവും അറിവുള്ള ആളുകൾ. فدل ذلك على أنه لم يكن معروفا عندهم ألفاظ زيارة قبر النبي, നബിയുടെ ഖബർ സിയാറത്ത് ഇങ്ങനെ ഒരു ടേം അവരുടെ ഇടയിൽ മഅറൂഫായിരുന്നില്ല. അതൊരു പ്രത്യേക സംഭവമാക്കി കൊണ്ടു നടക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. إلى أن قال وقد ذكروا في أسباب كراهته لأن يقول زرت قبر النبي صلى الله عليه وسلم لأن هذا اللفظ قد صار كثير من الناس يريد به الزيارة البدعية. അത് കറാഹത്താക്കാനുള്ള കാരണം അതിന്റെ മറ്റൊരു വജിഹാണ്. ചിലർ ഇക്കാലഘട്ടത്തിൽ പറയുന്നു, കുറെ അധികം ആളുകൾ പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബർ സന്ദർശിച്ചു, സുർതു ഖബറൻ നബി എന്ന് പറയുന്ന ആളുകളൊക്കെ ആ ഖബറുൻ നബിയുടെ സിയാറത്തു ഖബറുൻ നബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിയാറത്തുൽ ബിദഅയ്യ, ശറഅ് അംഗീകരിക്കുന്ന സിയാറത്തല്ലാതെ അതിന്റെ പുറത്തേക്ക് പോകുന്ന ബിദഅയ്യായ സിയാറത്താണ്. വഹിയ ഖസ്ദുൽ മയ്യിത്ത് ലിസുആലിഹി വദുആഇഹി വറഗ്ബത്തി ഇലൈഹി ഫി ഖളാഇൽ ഹവായിജ് വനഹ്വി ദാലിക മിമ്മാ യഫ്അലുഹു കസീറുൻ മിനൻ നാസ്. ആ
ഖബറിലുള്ള ആളോട് അഥവാ നബിയോട് അല്ലെങ്കിൽ നബിയെ ഇടക്ക് നിർത്തിയിട്ട് തവസ്സുലാക്കിയിട്ടെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക, ആവശ്യങ്ങൾ നിറവേറ്റുക, ആഗ്രഹങ്ങൾ സഫലീകരിക്കുക, ഇത്തരം കാര്യത്തിന് വേണ്ടി അവിടെ പോകുന്നവരാണ് പല ആളുകളും. അവരാണ് ഞാൻ സിയാറത്ത് ചെയ്തു വരികയാണ്, ഞാൻ സിയാറത്ത് കഴിഞ്ഞു വരികയാണ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ആ ബിദ്അയായ സിയാറത്തിലേക്ക് ഇത് വന്നു ചേരും എന്നതിനാലും അത് ഈ വാക്ക് അറിയപ്പെട്ടതായിരുന്നില്ല, അവർ കറാഹത്തായിട്ടാണ് കണ്ടത്. ഫഹും യഅനൂന ബിലഫ്ളി സിയാറത്തി مثل هذا وهذا ليس بمشروع باتفاق الأئمة فكره مالك أن يتكلم بلفظ مجمل يدل على معنى فاصل. ഇവിടെ ഒരു ഖാഇദ നമുക്ക് മനസ്സിലാകുന്നു. മുജ്മലായ ഒരു ഖൗല്, മുജ്മലായ ഖൗല് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് അല്ലാത്ത ഒരു കോമൺ ആയിട്ടുള്ള ടേം ഒരാൾ ഉപയോഗിക്കുക എന്നുള്ളത് സൂക്ഷിക്കണം, അത് കറാഹത്താണ്. എന്നിട്ട് ആ മുജ്മലായ ഖൗൽ അയാൾ ഉപയോഗിക്കുമ്പോൾ യദുല്ലു അലാ മഅനൻ ഫാസിദ്, അത് തെറ്റായ ഒരു ആശയത്തെ അറിയിക്കുന്നതാണ് ആ വാക്ക് എങ്കിൽ ആ മുജ്മലായ ഖൗൽ പറയരുത്, അവിടെ തഫ്സീൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വലൈസ ഇൻദഹും അൽ ഇജ്മാൽ, അവര് മുജ്മലായ ഖൗലിന്റെ ആൾക്കാരെ അല്ല. അവർ കാര്യങ്ങൾ വക തിരിച്ച് ഫുർഖാൻ അവരുടെ അടുക്കലുണ്ടാവും. ഇജ്മാലിന്റെ പ്രശ്നം അതിൽ ഫുർഖാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫുർഖാൻ ഇല്ലാത്ത വിധം, വകതിരിയാത്ത വിധം ഹഖും ബാത്തിലും ഒരുപോലെ ഉദ്ദേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മുജ്മലായ പ്രയോഗങ്ങൾ അഹ്ലുസുന്ന നടത്തില്ല. വിശിഷ്യ മുജ്മലായി പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഫാസിദായ ഒരു മഅന ഉദ്ദേശിച്ചിരിക്കാൻ സാധ്യത കൂടിയുണ്ടെങ്കിൽ അത് അഹ്ലുസുന്നന്റെ ഉസ്ലൂബിൽപ്പെട്ടിട്ടുള്ള അവരുടെ മൻഹജിന്റെ മസ്ലക്കിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന കാര്യമാണ്. أما لفظ الزيارة في عموم القبور فقد لا يفهم منها مثل هذا المعنى. എന്നാൽ മറ്റു ഖബറുകൾ, സാധാരണ ഖബർ സന്ദർശിക്കുന്നവർക്ക് ഈ മാന ഉദ്ദേശിക്കാൻ സാധ്യതയല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇത് പ്രയാസമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് സിയാറത്ത് ചേർക്കുമ്പോൾ ഈ ഫാസിദായ മാനക്ക് വേണ്ടി ആളുകൾ അത് ഉപയോഗിക്കുകയും അത് വ്യാപകമായി പ്രചരിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ സിയാറത്ത് ഖബറുൻ നബി എന്നുള്ള പ്രയോഗത്തെ തന്നെ ഇമാം മാലിക്കൊക്കെ വെറുക്കുകയുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫൈനൽ മഅന, അല്ലെങ്കിൽ ഈ പ്രയോഗം മറ്റു ഖബറുകളാണെങ്കിൽ അത് ഹദീസിൽ തന്നെ വന്നതാണ്. ഫസൂറു അൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ മാ സിയാറത്തിൻ ഹി ലിഖബ്രി ഉമ്മിഹി. നബി തന്നെ റസൂലുള്ളാഹിയുടെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുകയും സന്ദർശിക്കാൻ അനുവാദം ചോദിക്കുകയും അള്ളാഹ് അനുവദിക്കുകയും സിയാറത്ത് നടക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദത്ത് നടത്തി. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. ഈ ഇസ്തിആദത്തിന്റെ വചനത്തിൽ നിന്ന്, കാവൽ ചോദിച്ചുകൊണ്ടുള്ള ഈ ദുആയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫായിദ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസ്തഇദ് ഇല്ലാ മിമ്മാ യഖാഫു വുഖൂഅഹു. ഒരു കാര്യം നടക്കാൻ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദത്ത് നടത്തുക. ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി കാവല് ചോദിക്കൂല. അപ്പോ അവസരം കിട്ടുമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ അങ്ങനെ ആക്കപ്പെടും എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഇസ്തിആദത്ത് നടത്തിയത്. ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയത് കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഖബർ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിനകത്താവുകയും അത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അത് അതിന് ക്രമീകരണങ്ങൾ വരുത്തപ്പെടുകയും ചെയ്തത്. ഇബ്നു ജരീർ അൻ സുഫിയാൻ അൻ മൻസൂർ അൻ മുജാഹിദ് അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാന യരുത്തു ലഹുമുസ് സബീഖ് ഫമാ തഫഅകഫു അലാ ഖബ്രി. ലാത്തയെ കുറിച്ച് പറഞ്ഞു. ലാത്ത എന്ന് പറയുന്ന ആള് കലക്കി കൊടുക്കുമായിരുന്നു. ഏത് സബീഖ്, പൊടിയും അതുപോലെ തന്നെ മധുരവും നെയ്യും മധുരം കൂട്ടിയിട്ട് അത് കലക്കിയിട്ട് പാനീയം ഉണ്ടാക്കിയിട്ട് ഹാജിമാർക്ക് കൊടുക്കുന്ന ആളാണ്. വഖൽ ഖാല അബുൽ ജൗസാ അൻ ഇബ്നു അബ്ബാസ് കാന യലുത്തു സബീഖ ലിൽ ഹാജ്. അദ്ദേഹം ഈ മധുരപാനീയം കലക്കി തയ്യാറാക്കി കൊടുത്തിരുന്നത് ആർക്കാണ്? ഹജീജ്, ഹാജിമാർക്കായിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം
അദ്ദേഹം ഇങ്ങനെയുള്ള ഈ പായസം മാതിരിയുള്ള ഈ പാനീയം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ അരികിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ അത് കുടിക്കാൻ കൊടുക്കും. ഫലമ്മാ മാത അബദു, അങ്ങനെ ലാത്ത് മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ അവർ ആരാധിച്ചു കളഞ്ഞു. ഖാലു ഹുവൽ ലാത്ത്, എന്നിട്ട് അവർ പറഞ്ഞു അതാണ് ലാത്ത്. അപ്പോൾ ഒരു കല്ലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഗ്രഹമാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ കല്ല് വിഗ്രഹം എന്ന് പറയുന്നത് പുറമെ കാണുന്ന ബാഹ്യമായി കാണുന്ന രൂപം മാത്രമാണ്. അത് പ്രതിനിധാനം ചെയ്യുന്നത് സവീഖ് ഹാജിമാർക്ക് കലക്കി കൊടുത്തിരുന്ന ആ മധുരപാനീയം തയ്യാറാക്കി കൊടുത്തിരുന്ന ലാത്ത് എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇവിടെ ഈ അധ്യായത്തിൽ ഇത് കൊണ്ടുവരാനുള്ള കാരണം അന്നഹും ഖലൗ ഫീഹി ലിസലാഹിഹി ഹത്ത അബദു. എന്താ ലാത്തെ മാത്രം ഇങ്ങനെ ലാത്തെ ആരാധിക്കുന്നതിലേക്ക് എത്തിയത്? ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ സ്വലാഹാണ് കാരണം. അദ്ദേഹം നല്ലവനാണ്, പരോപകാരിയാണ്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അദ്ദേഹം പാനീയം തയ്യാറാക്കി കൊടുക്കുന്നവനാണ്. അപ്പൊ അദ്ദേഹത്തോട് ഒരു ബഹുമാനം സ്വാഭാവികമാണ്. ആ ബഹുമാനം അതിരുവിട്ടതാണ് പ്രശ്നമായത്. ഖലൗ ഫീഹി, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അവർ അതിരു കവിഞ്ഞു. ഹത്ത അബദു വസാറ ഖബ്റുഹു വസനം മിൻ ഔസാനിൽ മുശ്രിക്കീൻ, അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന ഖബർ മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമായി തീരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്തിൽ കാണും لعن رسول الله صلى الله عليه وسلم زائرات القبور والمتخذين عليها المساجد والسرج، رواه أهل السنن. قلت وفي الباب حديث أبي هريرة وحديث حسان بن ثابت، فأما حديث أبي هريرة فرواه أحمد والترمذي وصححه. حديث لك അതിന്റെ സൂക്ഷ്മമായ പദപ്രയോഗം സവ്വാറാത്തുൽ ഖുബൂർ, ഖബറുകൾ സ്ഥിരമായി സന്ദർശിക്കുന്ന സ്ത്രീകൾ, അവരെ ശപിച്ചു എന്ന് പറഞ്ഞു. വളരെ സ്വാഭാവികമായി വല്ലപ്പോഴും ഒരിക്കൽ ഒരു ഖബർ ഫിത്നയിൽ അകപ്പെടാതെ ഒരു സ്ത്രീ സന്ദർശിച്ചാൽ അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് വരും എന്ന് വരില്ല. കാരണം ഇത് സവ്വാറാത്തുൽ ഖുബൂർ എന്നുള്ളതാണ് ഹദീസിന്റെ മഹ്ഫൂളായ ലഫ്ദ്. മറ്റത് സായിറാത്തുൽ ഖുബൂർ എന്ന് പറയുന്നത് അത് റാവിമാർക്ക് പറ്റിയിട്ടുള്ള വഹമാണ്. അവരുടെ അടുക്കൽ വാക്ക് മാറിപ്പോയ ഒരു തെറ്റിദ്ധാരണയിൽ വാക്ക് മാറിപ്പോയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പത്നിയായ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹാക്ക് അവസാന കാലത്ത് ഖബർ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഖബർ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട ദുആ വരെ പഠിപ്പിച്ചു കൊടുത്തത് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വഖാല അലി ഇബ്നുൽ മദീനി അൻ യഹ്യ അൽ ഖത്താൻ ലം അറ അഹദൻ മിൻ അസ്ഹാബിനാ തറക അബാ സാലിഹ്. അതിൽ ഈ സംഭവം അവിടെ റിവായത്ത് ചെയ്ത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ സായിറാത്തുൽ ഖുബൂർ എന്നുള്ള ഹദീസിനെ അവലംബിച്ചുകൊണ്ട് സ്ത്രീകൾ ഖബർ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കുറ്റം അവർ ചെയ്തു എന്നത് സ്ഥിരപ്പെടുത്തുന്ന ആളുകളില്ല. മറിച്ച് സവ്വാറാത്തുൽ ഖുബൂറിനാണ് ആ കാര്യം അവർ ബാധകമാക്കിയിട്ടുള്ളത്. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇതിലുള്ള മസായിലുകളാണ്. ആ മസായിലുകൾ ഒന്ന് തഫ്സീറുൽ ഔസാൻ നമ്മൾ പറഞ്ഞു, രണ്ട് തഫ്സീറുൽ ഇബാദ അന്നഹു ല യസ്തഇദ് ഇല്ലാ മിമ്മാ യഖാഫു വഖൂഅഹു, സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിൽ നിന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദത്ത് നടത്തില്ല. ഖർനുഹു ബിഹാ ഇത്തിഖാദ ഖുബൂരിൽ അംബിയാഇ മസാജിദ് ദിക്റു ശിദ്ദത്തിൽ ഗളബി മിനല്ലാഹ്. ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. വഹിയ മിൻ അഹമ്മിഹാ, ആറാമത്തേത് മാരിഫത്തു സിഫത്തി ഇബാദത്തില്ലാഹ് അല്ലത്തി ഹിയ മിൻ അക്ബറിൽ ഔസാൻ. മക്ക മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ വിഗ്രഹമായിരുന്നു ലാത്ത്. ആ ലാത്ത് തന്നെ വസനായത് വിഗ്രഹമായി വന്നത് എങ്ങനെ എന്നുള്ളത് അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ ജനങ്ങൾ ആരാധിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. അന്നോ ഇസ്മു സാഹിബ് ഖബർ, അവിടെ ലാത്ത് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ലാത്ത് എന്ന പേരുള്ള ഒരു മനുഷ്യന്റെ ഖബറാണ് പിന്നീട് ലാത്ത് എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി അറിയപ്പെട്ടത്. പിന്നെ ലഅനുഹു സവ്വാറാത്തുൽ ഖുബൂർ, സവ്വാറാത്തുൽ ഖുബൂർ ആ മസലയിലുള്ള ഖിലാഫ് ഞാൻ പറഞ്ഞു. അതിൽ മുഹഖ്ഖീങ്ങളൊക്കെ സായിറാത്തുൽ ഖുബൂർ എന്നുള്ള ലഫ്ള് മഹ്ഫൂളല്ല എന്നും സവ്വാറാത്താണ് എന്നതാണ് മഹ്ഫൂളായത് എന്നും എന്ന കാര്യം പറഞ്ഞു. സ്ത്രീകൾക്കതിൽ റുഖ്സ ഉണ്ടെങ്കിൽ പോലും പക്ഷേ സിയാറത്ത് അധികരിപ്പിക്കാൻ പാടില്ല എന്ന കാര്യം. കാരണം അവര് പുരുഷന്മാരെ അപേക്ഷിച്ച് ഖബർ കൊണ്ട് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് ഫിത്നയിൽ അകപ്പെടാൻ സാധ്യതയുള്ളവരായതിനാൽ ലഅനുഹു മൻ നസറ ജഹ, അതുപോലെ തന്നെ അവിടെ വിളക്ക് കത്തിച്ചു വെക്കുന്ന ആളുകൾ അവർക്കും ലഅനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി 21-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ മാറുകയാണ്. തത്തബുൽ ആസാറിൽ പെടും. ഒരാൾ ബദർ കാണാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ
എന്തിനാ പോകുന്നത്? ബദർ യുദ്ധം നടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിലോ ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള ആരെങ്കിലുമോ ഏതെങ്കിലും ഒരു കാലത്ത് ആ മഹത്തായ സംഭവം നടന്നിട്ടുള്ള സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള അവിടെ ഫാരിഖും ഫൈസലും വേർതിരിഞ്ഞ് നിന്നിട്ടുള്ള ആ മണ്ണ് ഞാനൊന്ന് പോയി കണ്ടു, അങ്ങനെ ഒരു സംഭവമല്ല. ഇല്ലെങ്കിൽ അവർ തെർക്കിയത് നമ്മൾ തെർക്കിയ എന്നുള്ളത് സുന്നത്തായിരിക്കും. അതാണ് സുനന് തെർക്കിയ. അവർക്ക് അവിടെ പോകാനുള്ള സാഹചര്യമുണ്ട്, അവർക്കും ഈ പറഞ്ഞിട്ടുള്ള അത്തരം സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹമുണ്ട്. എന്താ അവർക്ക് ആഗ്രഹമില്ലാത്തത്? സ്വാഭാവികമായി ആലോചിച്ചില്ല. എന്നിട്ട് അവരെ തെർക്കിയത് അതിൽ ഖൈറില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഖൈറുള്ളതായി അറിയിച്ചിട്ടില്ല, അറിയിക്കാത്തതിൽ ഖൈറില്ല. അതുകൊണ്ട് അവർ തെർക്കിയത്. അതുകൊണ്ട് നമ്മളത് തെർക്കിയലാണ് സുന്നത്ത്, ഉപേക്ഷിക്കലാണ് സുന്നത്ത്. അൽ-ബാബ് അൽ-ഹാദി വൽ-20 21ാമത്തെ അധ്യായം. باب ما جاء في حماية المصطفى جناب التوحيد وسده كل طريق يوصل إلى الشرك. ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് മാ ജാഅ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വഹയിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇമ്മാ ഫി കിതാബിഹി ഔ ഫി സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെക്കുറിച്ച്? ഫി ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചതിനെക്കുറിച്ച്. ഹമാ യഹ്മി എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു എന്നാണ്. ഹിമായത്തുൻ സംരക്ഷണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംരക്ഷിച്ചത്? ജനാബത്ത് തൗഹീദ്, തൗഹീദിന്റെ പരിസരമാണ്. തൗഹീദ് മാത്രമല്ല, തൗഹീദിന്റെ അയൽപ്പക്കങ്ങൾ, തൗഹീദിന്റെ പരിസരങ്ങൾ. എപ്പോഴും ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചാൽ ആ കൽപ്പിക്കപ്പെട്ട കാര്യം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട അതിലേക്ക് എത്തിക്കുന്ന, അത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തും. അത് ശറഅന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഉസൂലികളായ ആളുകൾ പറയുന്നത് മാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. മാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. അല്ലാഹു വാജിബായ, ആ വാജിബാക്കിയ, നിർബന്ധമാക്കിയ ഒരു കാര്യം അത് പൂർത്തിയാവില്ല ഇല്ലാ ബിഹി, ഒരു കാര്യം കൊണ്ടല്ലെങ്കിൽ ആ കാര്യം കൂടി വാജിബായി തീരും. ആ കാര്യം കൂടി വാജിബായി തീരും. ഏതുപോലെ ശുദ്ധി വരുത്തണം. നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായി തീരണം? ശുദ്ധി വരുത്തണം, ഉണ്ടാക്കണം. ഇവിടെ ഫർളാക്കിയിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ എന്താണ്? അത് യഥാർത്ഥത്തിൽ നിസ്കാരമാണ്. ആ നമസ്കാരം പൂർത്തിയാകണമെങ്കിൽ ശുദ്ധി നിർബന്ധമാണ്. അപ്പോൾ ആ ശുദ്ധി നിർബന്ധമാകാനുള്ള കാര്യം അത് വുളു, അത് അല്ലെങ്കിൽ കുളി, വുളു എന്തായാൽ അതും കൂടി അതിന്റെ ഭാഗമാക്കി വാജിബാക്കി വെച്ചു. അതേപോലെ തന്നെ ശറഇൽ ഒരു കാര്യം വിലക്കിയാൽ ആ വിലക്കിയ കാര്യം മാത്രമല്ല, ആ വിലക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ കൂടി വിലക്കും. ഏതുപോലെ? ഉദാഹരണമായി പറഞ്ഞാൽ അസ്ദിന, പരസ്ത്രീകളുമായുള്ള ബന്ധം, അത് അള്ളാഹു വിലക്കിയിട്ടുള്ളതാണ്. എന്നാൽ ആ ബന്ധത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? ഒരു സ്ത്രീയെ, അവരുടെ മുഖം, അവരുടെ സൗന്ദര്യം നോക്കുക എന്നുള്ളത് അത് വിലക്കി. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവരുമായുള്ള ഹൽവത്ത് അത് വിലക്കി. അതുപോലെ തന്നെ സ്ത്രീകൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ അവര് കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം, അത് അവരിൽ പുരുഷന്മാർക്ക് ആഗ്രഹം ജനിപ്പിക്കാനിട വരുന്നതാണ്. അതവർക്ക് വിലക്കി. അതുപോലെ തന്നെ അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ ശാരീരിക സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം അതവർക്ക് വിലക്കി. ഇതൊക്കെ വിലക്കിയത് വിലക്കപ്പെട്ട ഫീദാത്തിൽ മുഹറമായ, അടിസ്ഥാനപരമായി വിലക്കപ്പെട്ട ദിന അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും അധികം സംരക്ഷിക്കപ്പെടേണ്ട ഏറ്റവും മഹത്തായ കാര്യം തൗഹീദാണ്. ആ തൗഹീദ് അത് മാത്രമല്ല സംരക്ഷിക്കുന്നത്, ആ തൗഹീദിന്റെ പരിസരങ്ങൾ മുഴുവനും സംരക്ഷിക്കുക. അപ്പോഴേ തൗഹീദ് നിലനിൽക്കുള്ളൂ. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ശറഅ് മൊത്തം അങ്ങനെ ഒരു
കൂട്ടിപ്പിടിച്ചിട്ട് പോകുന്ന പോക്കാണ്. ഇബാദത്തിന്റെ കാര്യം, ഫർളായ നമസ്കാരം നമുക്ക് 5 നിർബന്ധാക്കിയപ്പോൾ ഓരോ നമസ്കാരത്തിന്റെയും അപ്പുറത്തും ഇപ്പുറത്തും കുറെ സുനനുകൾ നമുക്ക് ശറഅാക്കി തന്നു. അതെന്തിനാണ്? ഈ ഫർളുംവരേക്ക് പരിക്ക് വരാതിരിക്കാനാണ്. അതുപോലെ തന്നെ നോമ്പ്, നിർബന്ധമായ നോമ്പ് നമുക്ക് നിയമമാക്കിയപ്പോൾ തന്നെ അതിനു ചുറ്റും വേറെ നിർബന്ധമല്ലാത്ത ഐച്ഛികമായ കുറെ നോമ്പുകൾ അതും നിയമമാക്കി തന്നു. എന്തിന്? ഫർളിൽ ഒരു കുഴപ്പം വരരുത്, അഥവാ എവിടെയെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇങ്ങേപ്പുറത്തുവാണ്. ഇങ്ങനെ വകദാലിക ഫീ സായിരിൽ ഇബാദാത്ത്, മറ്റു ഇബാദാത്തുകളിലൊക്കെ ഇങ്ങനെ വെച്ചു. അതുകൊണ്ട് തൗഹീദ് മാത്രമല്ല, തൗഹീദിന്റെ ജനാബും അതിന്റെ പരിസരവും സറൗണ്ടിങ്സും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംരക്ഷിച്ചതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള റിവായത്തുകൾ. വസദ്ദിഹി, റസൂലുള്ള അടച്ചു കളഞ്ഞു. സദ്ദ യസുദ്ദു പറഞ്ഞാൽ അടക്കുക. കുല്ല തരീഖിൻ യൂസിലു ഇല ശിർക്ക്, കുല്ല തരീഖ്, എല്ലാ വഴികളും, യൂസിലു ഇല ശിർക്ക്, ശിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കുകയും ചെയ്തു. വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബയിലുള്ള അവസാന ഭാഗത്തിലുള്ള ആയത്ത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങൾക്ക് ഒരു റസൂൽ വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദൂതുമായി ഒരു റസൂൽ നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. ആ റസൂൽ മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള നബിയാണ്. അതല്ല മനുഷ്യലോകത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഖുർആനിലുള്ളത്. നമുക്കുള്ള മുർസലീങ്ങളെ നമ്മളിൽ നിന്ന് തന്നെ, മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹ് തെരഞ്ഞെടുത്തു എന്നുള്ളത്. മറ്റ് പ്രവാചകന്മാരുടെ എതിരാളികൾ ആവശ്യപ്പെട്ടതുപോലെ മലക്കുകളെ അള്ളാഹ് ദൂതന്മാരാക്കി അയച്ചിരുന്നുവെങ്കിൽ ധിക്കാരികൾ ധിക്കരിക്കുന്ന ആ മുറക്ക് തന്നെ കാര്യം തീരുമാനിക്കപ്പെട്ടു പോകുമായിരുന്നു. അതാണ് ഇതിന്റെ പ്രശ്നം. ഇത് അമ്പിയാക്കന്മാരെ പഴി പറഞ്ഞ ആളുകളുണ്ട്, അവരെ പരിഹസിച്ചവരുണ്ട്, അവരെ കയ്യേറിയവരുണ്ട്, ശാരീരികമായി ഉപദ്രവിച്ചവരുണ്ട്, അല്ല അമ്പിയാക്കന്മാരെ അറുകൊല നടത്തിയിട്ടുള്ള ആളുകൾ വരെയുണ്ട്. എന്നിട്ടും ഈ ധിക്കാരികൾ പിന്നെ ഇവിടെ ജീവിക്കാൻ അവർക്കിവിടെ സാവകാശം കിട്ടിയത് മനുഷ്യരിൽ നിന്നുള്ള ദൂതന്മാരെ അള്ളാഹു നിയോഗിച്ചു എന്നതുകൊണ്ടാണ്. അത് അവര് പ്രവാചകന്മാരുടെ എതിരാളികൾ ആവശ്യപ്പെട്ടതുപോലെ അള്ളാഹ് ഞങ്ങളിലേക്ക് അങ്ങനെ ഒരു ദൂതനെ അയക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മലക്കിനെ അയച്ചില്ല? അതിന് 2 രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുന്നത്. ഒന്ന്, മലക്കിനെ അയക്കുകയാണെങ്കിൽ മനുഷ്യന്റെ രൂപത്തിലയച്ചെങ്കിലേ അവർക്ക് കാണാനും അവർക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോ വല ലബസ്ന അലൈഹിം മാ യൽബിസൂൻ, ഇപ്പൊ അവർക്കുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളൊക്കെ അപ്പൊ അവിടെ തന്നെ നിലനിൽക്കും. ഇത് മലക്കാണോ? ഇത് മനുഷ്യനാണോ? ഇത് മനുഷ്യനല്ലേ? ഇത് മലക്കല്ല. കോലം കണ്ടില്ലേ? മനുഷ്യന്റെ എല്ലാ സ്വഭാവവും അല്ലേ? അപ്പൊ അത് മനുഷ്യനാണ്, മലക്കല്ല എന്ന് പറയാൻ തുടങ്ങും. ഇനി അത് മനുഷ്യക്കോലത്തിലല്ലാതെ മലക്കിന്റെ രൂപത്തിൽ, തനത് രൂപത്തിലാണ് വന്നതെങ്കിലോ അവരുടെ മേൽ എന്താണോ അവരുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നടപടികൾ നിമിഷ നേരം കൊണ്ട് തീർന്നിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവായി കിട്ടാൻ വേണ്ടി അള്ളാഹ് മനുഷ്യന്മാർക്ക് മുഹലത്ത് നൽകാൻ വേണ്ടി, ആ മുഹലത്തിൽ ചിലർ തിരിച്ചു വരും, ചിലർ നശിക്കാനുള്ളവരാണെങ്കിൽ തീർത്തും അങ്ങ് നശിക്കും. ഈ മുഹലത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെയുള്ള റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചു തന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസമുണ്ടാകുന്നത് ആ നബിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ അതീവ തൽപരനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് പ്രത്യേകമായി റഅഫത്തും റഹ്മത്തും കാണിക്കുന്നവനാണ്. എന്നിട്ട് പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم لا تجعلوا بيوتكم قبورا ولا تجعلوا قبري عيدا وصلوا علي فإن صلاتكم تبلغني حيث كنتم رواه أبو داود بإسناد حسن رواته ثقات. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇപ്രകാരമാണ്. എന്താണത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു,
ലാ തജ്അലൂ ബുയൂതകും മഖാബിർ, ലാ തജ്അലൂ ബുയൂതകും ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ ഖബറുകളെ, വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്, വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. വലാ തജ്അലൂ ഖബ്രി ഈദ, എന്റെ ഖബർ ആവർത്തിച്ച് നിങ്ങൾക്ക് വന്നു പോകാനുള്ളൊരു സ്ഥലമാക്കരുത്. ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഘോഷം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവില്ല. ഖബറിനെ ആഘോഷാക്കരുത് എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് അത് പ്രത്യേക ഇന്റർവെല്ലിൽ ആവർത്തിച്ചു വരുന്നത് കൊണ്ടാണ്. ചില ആഘോഷങ്ങൾ, ഇപ്പൊ ജുമുഅ എന്നുള്ളതൊരു ആഘോഷമാണ് മുസ്ലിങ്ങൾക്ക്, അത് ഉസ്ബുഇയാണ്. അതുപോലെ തന്നെ ഈദുൽ ഫിത്ർ അല്ലെങ്കിൽ ഈദുൽ അദ്ഹ അത് സനവിയാണ്. അതിനൊക്കെ ഈദ് എന്ന് പേര് വരാൻ തന്നെ കാരണം എല്ലാ വർഷവും അത് വരുന്നു, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും അത് വരുന്നു എന്നതുപോലെ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന, ആളുകൾ കയറി ഇറങ്ങി അവിടെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ വെച്ച് കരഞ്ഞ് അവിടുന്ന് കാര്യങ്ങൾ ചോദിച്ച് പിന്നെ നബിയോട് തന്നെ ചോദിക്കുന്ന ഇങ്ങനെ ഒരു ഈദാക്കി തീർക്കരുത്. വലാ തജ്അലൂ ബുയൂതകും ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ ഖബറിനെ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബർ ഇബാദത്തിനുള്ള സ്ഥലമല്ല എന്നതുപോലെ വീടുകൾ ഒരു ഇബാദത്തും ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമാക്കരുത്. വീടുകളിൽ യഥേഷ്ടം ഇബാദത്തുകൾ ചെയ്യണം. അത് വീടുകളുടെ ഒരു ആവശ്യകതയിൽപ്പെട്ടതാണ്. അവിടെ വെച്ചുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം ധാരാളമായിട്ട്. فإن الشيطان ينفر من البيت الذي تقرأ فيها سورة البقرة. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിശാച് നിൽക്കില്ല, പിശാച് ഓടിക്കളയും. അപ്പൊ ഖബറാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബറിന് പോയിട്ട് ഓത്ത് പാടില്ല, മറ്റു ഇബാദത്തുകൾ പാടില്ല എന്നത് അതിൽ നിന്ന് മഫ്ഹൂമാണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ പറഞ്ഞു വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാത്തക്കും, നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ ഖബറിലേക്ക് മാറി 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 ഇടയ്ക്കിടെ എന്നൊക്കെ മദീനത്ത് ചെല്ലണമെന്നൊക്കെ, അല്ലെങ്കിൽ ആഴ്ചയിൽ, അല്ലെങ്കിൽ മാസത്തിൽ, അല്ലെങ്കിൽ കൊല്ലത്തിൽ, അല്ലെങ്കിൽ റജബിൽ, അല്ലെങ്കിൽ ശഅബാനിൽ, ഇങ്ങനെ പ്രത്യേക സമയം വെച്ചുകൊണ്ട് നിങ്ങൾ എന്റെ ഖബറിന്റെ അടുക്കലേക്ക് വരരുത്. നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വലാത്ത് മാത്രമാണ്. വസല്ലു അലൈ, നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുവീൻ. ഫഇന്ന സ്വലാത്തക്കും, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ തബ്ലുഗ്നി, അതെനിക്ക് എത്തുക തന്നെ ചെയ്യും. ഹൈസു കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും. എനിക്ക് സ്വലാത്ത് എല്ലാം വേണ്ടി നിങ്ങൾ മദീനയിൽ വരേണ്ടതില്ല, എന്റെ ഖബറിന്റെ അരികിൽ വരേണ്ടതില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, ഐലാ തുഅത്ലുഹാ മിനസ് സ്വലാത്തി ഫീഹാ വദ്ദുആ വൽ ഖിറാഅത്തി ഫീഹാ, വീടുകൾ നമസ്കാരമില്ലാതെ, ദുആയില്ലാതെ, ഖുർആൻ പാരായണമില്ലാതെ അവയിൽ നിന്നെല്ലാം മുക്തമായ നിലയിൽ വീടുകളെ നിങ്ങൾ പരിപാലിക്കരുത്. അങ്ങനെ വീട്ടിൽ നമസ്കാരമില്ലെങ്കിൽ, ദുആയില്ലെങ്കിൽ, ഖുർആൻ പാരായണമില്ലെങ്കിൽ ഫതകൂനു ബിമൻസിലത്തിൽ ഖുബൂർ, ആ വീടുകൾ ഖബറിന്റെ സ്ഥാനത്തായി പോകും. ഫഅമറ ബിതഹറിൽ ഇബാദത്തി ഫിൽ ബുയൂത്ത്, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകളിൽ ഇബാദത്ത്, വീടുകളിൽ പ്രത്യേകമായി ഇബാദത്ത് ഉദ്ദേശപൂർവ്വം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. വനഹ അൻ തഹർരിഹാ ഇൻദൽ ഖുബൂർ, അതേ സന്ദർഭത്തിൽ ഖബറിന്റെ അടുക്കൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അത് റസൂലുള്ളാഹി വിലക്കുകയും ചെയ്തു. അക്സു മാ യഫ്അലുൽ മുശ്രികൂന മിനൻ നസാറ വമൻ തശബ്ബഹ ബിഹിം മിൻ ഹാദിഹിൽ ഉമ്മ, നസറാക്കളും ഈ ഉമ്മത്തിൽ നിന്ന്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്ന് നസറാക്കളോട് സാദൃശ്യം പുലർത്തുന്നവരും ഇന്ന് ചെയ്യുന്നതിന്റെ നേരെ എതിര് ചെയ്യാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആലോചിച്ച് നോക്കുങ്ങൾ, നസറാക്കൾ അവർക്ക് വീടുകളിൽ നമസ്കാരമോ അല്ലെങ്കിൽ പാരായണമോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ അവരവരുടെ ചർച്ചിലും കനീസയിലും ഒക്കെ പോയിട്ട് ചെയ്യും. അവിടെ പോയിട്ടാണ് അവർ ചെയ്യുന്നത്. വീട്ടിലൊന്നുമില്ല. അവരുടെ ചർച്ചും അവരുടെ കനീസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഖബറിന്റെ അടുക്കലോ ആയിരിക്കും, ഖബറിന്റെ മുകളിലോ ഖബറിന്റെ പരിസരത്തോ ആയിരിക്കും. നേരെ തിരിച്ചാണ്. വീട്ടിൽ ഇത്യാദി കാര്യങ്ങൾ, ദിക്ർ വേണം, ദുആ വേണം, ഖിറാഅത്ത് വേണം, സ്വലാത്ത് വേണം, എല്ലാം വേണം. അതുകൊണ്ട് അതിനെ ശരിക്കും എന്താക്കണം, ആമിറത്താക്കണം വീടുകളെ. ഖബറുകൾ ഇതൊന്നും ഇല്ലാത്തതും ആക്കണം.
അതുപോലെ തന്നെ ഇബ്നു ഉമറിൽ നിന്നുള്ള റിവായത്തിൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയുന്ന റിവായത്തിൽ തന്നെ ഇജ്അലൂ മിൻ സ്വലാത്തിക്കും ഫീ ബുയൂതിക്കും വലാ തത്തഖിദൂഹാ ഖുബൂറ. ഫർള് നമസ്കാരം ജമാഅത്തായി പള്ളികളിൽ നടക്കുന്ന ആ നമസ്കാരങ്ങൾ, 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ജുമുഅ, അതുപോലെ തന്നെ പെരുന്നാൾ, അങ്ങനെയുള്ള ഫർളാക്കിയിട്ടുള്ള പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഈ നമസ്കാരം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളോ, ബാക്കിയുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സ്വലാത്തുർ റജുലി ഫീ ബൈതിഹി, ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നതാണ് അയാൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ഇല്ലൽ മക്തൂബ, ഫർളായ നമസ്കാരം ഒഴിച്ച്. ളുഹറിന്റെ മുമ്പും പിമ്പുള്ള ഖബലി ബാദിയായിട്ടുള്ളത്, അസറിന്റെ പിന്നെ മുമ്പുള്ളത്, അതുപോലെ തന്നെ മഗ്രിബിന്റെ മുമ്പും ശേഷമുള്ളത്, ഇശാഇന്റെ ശേഷമുള്ളത്, അതുപോലെ സുബഹിന്റെ മുമ്പുള്ളത്. ഇനി അതല്ലാത്തതായ നമസ്കാരങ്ങൾ, സുനനുകൾ, ഇതൊക്കെ വീടുകളിൽ വെച്ച് നമസ്കരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചിട്ടുള്ളത്. അതാണ് ഒരാളെ സംബന്ധിച്ച് ഖൈറായിട്ടുള്ളത്. ഒരാൾ ബാങ്ക് കേൾക്കുന്നു, വുളു ഉണ്ടാക്കുന്നു, വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നു, പള്ളിയിലേക്ക് വരും. അങ്ങനെ അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പള്ളിയിലേക്ക് വന്നാൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം മുതൽ അയാൾ നമസ്കാരത്തിലാണ്. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ അയാൾ നമസ്കാരത്തിലാണ്. ആ സമയത്തിനിടയിൽ ഒരു നമസ്കാരത്തിൻ്റെതായ ഒരു മനോനില അദ്ദേഹം നിലനിർത്തിയമാണ്. തശ്ബീഹുൽ അസാബികൾ പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അലൈക്കും ബിസ്സകീനത്തി വൽ വഖാർ, നിങ്ങൾ ആ വഖാർ വിടാൻ പാടില്ല, ആ സകീനത്ത് വിടാൻ പാടില്ല. അങ്ങനെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അയാൾ നമസ്കാരത്തിൽ തന്നെയാണ്. പക്ഷേ സുന്നത്ത് വീട്ടിലാണ് നമസ്കരിക്കേണ്ടത്. കാരണം വീടുകൾ നമസ്കാരങ്ങൾ കൊണ്ട്, ദുആ കൊണ്ട്, ദിക്ർ കൊണ്ട്, ഖിറാഅത്ത് കൊണ്ട് അത് ആമിറായിരിക്കൽ അനിവാര്യമാണ്. ഇജ്അലൂ മിൻ സ്വലാത്തിക്കും ഫീ ബുയൂതിക്കും, നിങ്ങളുടെ നമസ്കാരത്തിൽ നിന്ന് നല്ല ഒരു വിഹിതം നിങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം, വീട്ടിലേക്ക് വെച്ചേക്കണം. വലാ തത്തഖിദൂഹാ ഖുബൂറ, അവിടെയാണ് കാര്യം വ്യക്തമാകുക. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറാക്കരുത്. ഒരിക്കലും നിസ്കരിക്കാത്ത ഒരു സ്ഥലമാണ് അപ്പൊ മഖ്ബറ. ഇബാദത്തുകൾ ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണ് മഖ്ബറ. ദിക്റുകളും ദുആകളും ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണ് മഖ്ബറ. മഖ്ബറ ആരാധനക്കുള്ള സ്ഥലമേ അല്ല. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ആക്കിപ്പോകരുത്. അതിനാൽ നമസ്കാരത്തിൽ നിന്നുള്ളൊരു വിഹിതം, ആ വിഹിതം സുനനുകളാണ്, തതവ്വുആയിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങളാണ്. അത് വീടുകളിലേക്ക് നിങ്ങൾ വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം അബൂ ഹുറൈറയിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഹദീസിലും കാണാം, ലാ തജഅലൂ ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാക്കരുത് എന്ന് പറഞ്ഞാൽ മഖ്ബറയിൽ ഇബാദത്തുകളില്ല, അതുപോലെ വീട്ടിൽ ഇബാദത്തില്ലാതെ മഖ്ബറയാക്കരുത്. നമസ്കാരങ്ങൾ വേണം, ദിക്റുകൾ വേണം, ദുആകൾ വേണം, ഖുർആൻ പാരായണം വേണം. ഫഇന്ന ശൈത്താന യഫിറു മിനൽ ബൈത്തില്ലദീ യസ്മഉ സൂറത്തുൽ ബഖറത്തി തുഖറഉ ഫീഹി, പിശാച് യഫിറു, അവൻ ഓടിക്കളയും, മിനൽ ബൈത്ത്, ഒരു വീട്ടിൽ നിന്ന്, അല്ലദീ യസ്മഉ സൂറത്തുൽ ബഖറ തുഖറഉ ഫീഹി, ആ വീട്ടിൽ നിന്ന് പിശാച് കേൾക്കാൻ ഇടവരുന്നു. സൂറത്തുൽ ബഖറ അതിനകത്ത്, ആ വീട്ടിനകത്ത് പാരായണം ചെയ്യുന്നത് കേൾക്കുന്നുവെങ്കിൽ പിശാച് അവിടെ ഉണ്ടാവില്ല, ഓടിക്കളയുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ എത്ര വ്യക്തമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തജഅലൂ ഖബ്രി ഈദ, എന്നാൽ എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്. എന്താണ് ഈദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത റഹിമഹുല്ലാഹ്, അൽ ഈദ് ഇസ്മുൻ ലിമാ യഊദു മിനൽ ഇജ്തിമാഅ്. ഈദ് എന്ന് പറയുന്നത് ഒരു നാമമാണ്, ഒരു പേരാണ്. എന്തിന്? ലിമാ യഊദ്, ആവർത്തിച്ച് സംഭവിക്കുന്ന, മിനൽ ഇജ്തിമാഅ്, ഒരുമിച്ച് ചേരൽ, ആവർത്തിച്ച് വരുന്ന ഒരു സമ്മേളനത്തിനാണ് എന്തെന്ന് പറയുന്നത് ഈദ് എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ഒരു ഈദാണ്, കാരണം എല്ലാ ആഴ്ചയിലും ആവർത്തിക്കുന്നു മുസ്ലിമീങ്ങൾ ഇജ്തിമാഅ് പള്ളിയിൽ ഉണ്ടാകുന്നു. ഈദുൽ ഫിത്തർ ഒരു ഈദാണ്, കാരണം എന്താണ്? എല്ലാ വർഷങ്ങളിലും അത് ആവർത്തിച്ചു വരുന്നു, അവിടെ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അതുപോലെ തന്നെ ഈദുൽ അദ്ഹ,
ഇങ്ങനെയാണ് കാര്യം പോകുന്നത്. അത് അൽ ആമ്മി അലാ വജ്ഹിൻ മുഅ്താദ്, പൊതുവായ രൂപത്തിൽ, ഒരു പതിവായ രൂപത്തിൽ കാര്യങ്ങൾ ആവർത്തിച്ചു വന്നാൽ അതാണ് ഈദ്. അത് ഇമ്മാ ബിഅഊദി സന, ചിലപ്പോ വർഷത്തിലൊരിക്കലാകാം, ഔ ബിഅഊദിൽ ഉസ്ബൂഅ്, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലാകാം, ഔ ശഹർ, അല്ലെങ്കിൽ മാസത്തിലാകാം, വനഹ്വി ദാലിക്, ഇതുപോലുള്ള ഏതെങ്കിലും പ്രത്യേകം ഇന്റർവെല്ലുകളിൽ ആവർത്തിച്ച് സംഭവിക്കുന്നതും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതുമായ ഒരു സംഗതിക്കാണ് ഈദ് എന്ന് പറയുന്നത്. അതിനാൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ആവർത്തിച്ച് വരിക, അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുക, അത് ഇല്ല, അത് പാടില്ലാത്ത കാര്യമാണ്. وقال ابن القيم رحمه الله, ابن القيم പറഞ്ഞു, العيد ما يعتاد مجيئه وقصده من زمان ومكان, പ്രത്യേക സ്ഥലത്തോ അല്ലെങ്കിൽ പ്രത്യേക സമയത്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ വരുന്നുവെങ്കിൽ അതാണ് ഈദ്. ഒരു സ്ഥലത്ത് പ്രത്യേകം ആളുകൾ ലക്ഷ്യം വെച്ച് വരുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഈദായി തീർന്നു. ഇപ്പൊ മുനമ്പത്ത് ബീവിന്റെ ജാറം, അത് ഈദാണ്, ഇത്തഖദൂഹു ഈദ. കാരണം ആ സ്ഥലത്തെ ലക്ഷ്യം വെച്ചിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് മക്കാന് ഈദാകുന്നതാണ്. അതുപോലെ സമാന് ഈദാകുന്നതല്ല. ചില പ്രത്യേക സമയത്താണ് ചില പ്രത്യേക സ്ഥലത്ത് പോവുക, അതും ഈദ് തന്നെയാണ്. മൗഹൂദും മിനൽ മുആബദ, ആവർത്തനം എന്നതിൽ നിന്നാണ് ഈദ് എടുക്കുന്നത്. വൽഇഅ്തിയാദ്, പതിവാക്കുക എന്നതിൽ നിന്നും. ഫൈദാ കാന ഇസ്മൻ ലിൽ മകാൻ ഫഹുവൽ മകാനു അല്ലദീ യുഖ്സദു ഫീഹിൽ ഇജ്തിമാഅ്, അത് ഇസ്മു മക്കാനായതിനാൽ ഏതൊരു സ്ഥലത്തെയാണോ ജനങ്ങൾ അങ്ങനെ ലക്ഷ്യമാക്കി വരുന്നത് അത് ഈദായിരിക്കും. വൻതിയാബുഹു ലിൽ ഇബാദത്തി ഔ ലിഗൈരിഹാ, ഇബാദത്തിനോ അല്ലാത്ത കാര്യത്തിനോ അവിടെ അവർ മാറി മാറി വന്നു പോകുന്നുവെങ്കിൽ അത് ഈദായി തീരുന്നു. കമാ അന്നൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം അതൊരു ഈദാണ്. അതുപോലെ മിന ഒരു ഈദാണ്, മുസ്ദലിഫ ഒരു ഈദാണ്, അറഫ ഒരു ഈദാണ്, മശാഇർ ഒരു ഈദാണ്. ജഅലഹല്ലാഹു ഈദ, അതിനെയൊക്കെ അല്ലാഹ് ഈദാക്കി തീർത്തു. ഒരു പ്രത്യേക സ്ഥലം, അവിടെ ആളുകൾ പ്രത്യേകം ലക്ഷ്യം വെച്ചിട്ട് വന്നു പോകുന്നു. ലിൽ ഹുനഫാ, അത് മുവഹ്ഹിദീങ്ങളായ ആളുകൾക്കുള്ള ഈദാക്കി അല്ലാഹ് വെച്ചു കൊടുത്തു. വമസാബത്തൻ കമാ ജഅല അയ്യാമ തഅബ്ബുദി ഫീഹാ ഈദ, അവിടെ ഇബാദത്ത് നടത്താൻ പ്രത്യേക സമയം വെച്ചു കൊടുത്തു, അത് വേറൊരു ഈദാണ്, അത് ജമാൽ കൊണ്ടുള്ള ഒരു ഈദാണ്. ഉദാഹരണമായിട്ട് 8 എന്ന് പറയുന്നത് അത് മിനയിലുള്ള ഈദാണ്, ഈദിന്റെ സമയമാണ്. അതുപോലെ തന്നെ 9 അറഫയിലുള്ള ഈദിന്റെ സമയമാണ്. 10, 11, 12 അത് വീണ്ടും മിനയിൽ ഒരുമിച്ച് കൂടാനുള്ള സമയമാണ്. അതുപോലെ തന്നെ വകാന ലിൽ മുശ്രിക്കീന അയ്യാദുൻ സമാനിയ്യ വ മക്കാനിയ്യ, ഇതേപോലെ മുശ്രിക്കീങ്ങൾക്ക് സമയവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ടതോ ആയ ഈദുകൾ അവർക്കുണ്ടായിരുന്നു. ഫലമ്മാ ജാ അല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാം നൽകിയപ്പോൾ അബ്തലഹ, മുശ്രിക്കുകൾ ഉണ്ടാക്കിയ സമയവുമായി ബന്ധിപ്പിച്ച ഈദുകളെയും സ്ഥലവുമായി ബന്ധിപ്പിച്ച ഈദുകളെയും എല്ലാം അസാധുവാക്കി. വഅവ്വലൽ ഹുനഫാ മിൻഹാ ഈദുൽ ഫിത്ർ വ ഈദുൻ നഹർ, അതിന് പകരമായിട്ട് ഈദുൽ ഫിത്റും ഈദുൻ നഹറും അല്ലാഹു നമുക്ക് ഈദായി നിശ്ചയിച്ചു തന്നു. വഅയ്യാമ മിനൻ, അതുപോലെ തന്നെ മിനയിൽ ജനങ്ങൾ തങ്ങുന്ന ദിവസങ്ങൾ ഈദാക്കി വെച്ചു. കമാ അവ്വലഹു മിൻ അയാദിൽ മുശ്രിക്കീന അൽ മക്കാനിയ്യ ബിൽ കഅബ വ മിന വ മുസ്ദലിഫ വ അറഫ വൽ മശാഇർ, മുശ്രിക്കീങ്ങൾക്ക് പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, അതിന് പകരം നമുക്ക് സ്ഥലങ്ങൾ നിശ്ചയിച്ചു തന്നു. അത് മക്ക പറ്റുന്നതാണ്. അതുപോലെ തന്നെ മിന, അറഫ, മുസ്ദലിഫ വൽ മശാഇർ കുല്ലഹ, ഇതൊക്കെ മക്കാനിയായ ഈദുമായി നിശ്ചയിച്ചു തന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകളിൽ പ്രത്യേക സ്ഥലം ലക്ഷ്യമാക്കി പ്രത്യേക സ്ഥലം നിശ്ചയിച്ച് നിങ്ങൾ വരാൻ നിൽക്കണ്ട. പിന്നെ ഒരു ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് നമുക്ക് ശറഇൽ ഉള്ള ആ ഇസ്തിഹ്ബാബ്, അത് റസൂലുള്ളാഹിന്റെ ഖബറിനുമുള്ള ആ ഇസ്തിഹ്ബാബ് ഉണ്ട്. അല്ലാതെ അതിന് പ്രത്യേകം സമയം നിശ്ചയിച്ച് പ്രത്യേകം ഒരു പീരിയഡ് നിശ്ചയിച്ച് പോവുക, അവിടെ കയറുക എന്നുള്ളത് ഉണ്ടാകരുത്. റസൂലുള്ളാഹിക്ക് തന്റെ ഉമ്മത്തിൽ നിന്ന് കിട്ടാനുള്ളത് അവരുടെ സ്വലാത്താണ്. വസല്ലു അലയ്യ, ആ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യണം. ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗ്നി ഹൈതു കുൻതും, എനിക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുക എന്ന കാര്യം നിറവേറ്റാൻ നിങ്ങൾ എൻ്റെ ഖബറിൽ വരേണ്ടതുമില്ല. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സ്വലാത്ത്, ഭൂലോകത്ത് ഏത് കോണിൽ നിന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് സ്വലാത്ത് ചെയ്യാൻ വേണ്ടി ദുആ ചെയ്താലും അതെനിക്ക് എത്തുക തന്നെ ചെയ്യും, അത് ഞാൻ കേൾക്കും എന്ന് ചിലർ അതിനർത്ഥം പറയും. എന്നിട്ട് നബി മരിച്ചുപോയാലും കേൾക്കുന്നു ഇല്ല. കേൾക്കുന്നു എന്ന് പറയുന്ന പദം ഈ ഹദീസിന്റെ റിവായത്തിലില്ല. ഒന്ന്. രണ്ടാമത്തേത് നബിക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ എത്തുന്നത്, അത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് വിശദീകരിക്കപ്പെട്ടത് ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഈ ഭൂമിയിലൂടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് മലക്കുകളുണ്ട്. ആ മലക്കുകൾ അവരുടെ ഒരു വളീഫ,
അവർക്ക് അല്ലാഹു ചുമത്തിയിരിക്കുന്ന ഒരു ഡ്യൂട്ടിയായി തന്നെ ഹദീസിൽ പറഞ്ഞത് യബ്ലുഗൂനി അൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്തിൽ നിന്ന് ആർ എനിക്ക് സ്വലാത്ത് അല്ലെങ്കിൽ സലാം ചെയ്യുന്നുവോ അതെനിക്ക് എത്തിച്ചു തരിക എന്നുള്ളത് അതാണ് ആ മലക്കുകൾ ചെയ്യുന്നത്. അപ്പൊ റസൂലുള്ളാഹ് മരിച്ചിട്ട് അതേമാതിരി ജീവിച്ചിരിക്കുന്ന കാലത്ത് കേട്ടതുപോലെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനെ കേട്ടിട്ടില്ല, മദീനത്തിരിക്കുന്ന നബി ഇവിടെയുള്ള സ്വലാത്ത് കേൾക്കുമായിരുന്നില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ. ജീവിച്ചാലും മരിച്ചാലും ദൂരെ ദിക്കിൽ എന്നുള്ളത് റസൂലുള്ള കേൾക്കില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി അല്ലാതെയും കേൾക്കില്ല. പക്ഷെ അത് നബിക്ക് എത്തുന്നു എന്നാണ് റസൂലുള്ള പറയുന്നത്. എങ്ങനെ എത്തുന്നു? അത് മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നു. എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഖാല ശൈഖുൽ ഇസ്ലാം യുശീറു ബിദാലിക ഇലാ അന്ന മാ യനാലുനി മിൻകും മിന സ്വലാത്ത് വസ്സലാം യഹ്സുലു മാ ഖുർബികും മിൻ ഖബ്രി വ ബുഅദികും, നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സ്വലാത്തും സലാമും അത് നിങ്ങൾ എന്നോട് എന്റെ ഖബറിനോട് എത്ര അടുത്ത് നിന്നാലും, നിങ്ങൾ എന്നിൽ നിന്ന് എന്റെ ഖബറിൽ നിന്ന് എത്ര വിദൂരെ പോയി നിന്നാലും അതെനിക്കെത്തും. ഫലാ ഹാജത ബികും ഇലാ ഇത്തിഖാദിഹി ഈദ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വലാത്തും സലാമും എനിക്ക് എത്തിക്കാൻ വേണ്ടി പതിവായി എന്റെ ഖബറിൽ നിങ്ങൾ വരേണ്ട കാര്യമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് കൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. وعن علي بن الحسين زين العابدين ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനായ അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തിൽ നിന്നുള്ള റിവായ, അന്നഹു റആ റജുലൻ, അദ്ദേഹം കണ്ടു ഒരു മനുഷ്യനെ, യജീഉ ഇലാ ഫുർജത്തിൻ കാനത് ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഒരാളെ കാണുകയാണ്, അയാൾ വരുന്നു ആ ഒരു വിടവ് നോക്കിയിട്ട്, വിടവിന്റെ നേരെ عند قبر النبي صلى الله عليه وسلم, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ, ഖബറിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ഒരു ഓട്ടുണ്ട്, അതിന്റെ അടുക്കൽ വന്നു. ഫയദ്ഖുലു ഫീഹ, എന്നിട്ട് അദ്ദേഹം മെല്ലെ അതിലൂടെ പ്രവേശിക്കാൻ നോക്കുന്നു. ഫയദ്ഉ, എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. ഫനഹാഹു, ഇത് കണ്ടപ്പോൾ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പണ്ഡിതനാണ്, റസൂലുള്ളാഹിന്റെ സിബത്തായിരിക്കുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ്. ആ അലി സൈനുൽ ആബിദീൻ അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ട് വിലക്കി. വഖാല അലാ ഉഹദ്ദിസുകും ഹദീസ, നിങ്ങൾക്ക് ഞാനൊരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? സമിഅ്തുഹു മിൻ അബി അൻ ജദ്ദി അൻ റസൂലില്ലാ, ഞാനത് കേട്ടത് എന്റെ പിതാവായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കേട്ടത് എന്റെ പിതൃവ്യനായ അലി ഇബ്നു അബി ത്വാലിബ് ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്? അൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ലിയർ ആയിട്ടുള്ള സനദ്. റസൂലുള്ളാഹി പറയുന്നു, അലി ഇബ്നു അബി ത്വാലിബ് കൊടുക്കുന്നു, അലി ഇബ്നു അബി ത്വാലിബ് മകനായ ഹുസൈന് കൊടുക്കുന്നു, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനായ അലിക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഹദീസ് പറഞ്ഞു തരാം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലാ തത്തഖിദു ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കേണ്ട കാര്യമില്ല, ഈദാക്കരുത്. പ്രത്യേക സമയം വെച്ചിട്ട് വരിക, അല്ലെങ്കിൽ എന്റെ ഖബറ് ലക്ഷ്യം വെച്ചിട്ട് വരിക. നബിയുടെ ഖബറ് ലക്ഷ്യം വെച്ചിട്ട് ഒരാൾ പോയാൽ അതിന് ഈദാക്കി, അത് ഈദ് മക്കാനി, ഒരു പ്രത്യേക എല്ലാ റജബിലും പോകുക എന്നാണെങ്കിൽ അത് ഈദ് സമാനി, പ്രത്യേക സന്ദർഭം, പ്രത്യേക സ്ഥലം, റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ പോകുക എന്നാണ് നിയ്യത്ത് എങ്കിൽ മദീനയിൽ നമുക്ക് പോകുമ്പോൾ മസ്ജിദുൻ നബവി ലക്ഷ്യമാക്കിയിട്ട് പോകാനേ നിവൃത്തിയുള്ളൂ. അതാണ് ശറഇൽ അനുവദിച്ചിട്ടുള്ളത്. ലാ തുശദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, നിങ്ങൾക്ക് ഖസ്ദ് ചെയ്ത് യാത്ര പോകാവുന്നത്, പുണ്യത്തിന് വേണ്ടി നിങ്ങൾ ലക്ഷ്യം വെച്ച് പോകാവുന്ന നിങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ 3 അത് ഒന്ന് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മറ്റൊന്ന് ബൈത്തുൽ മഖ്ദിസ്. ഇത് വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ ഖബർ, ഞാൻ നബിയുടെ ഖബർ സിയാറത്താക്കാനുള്ള ലക്ഷ്യത്തിൽ ഇവിടെ നിന്ന് മദീനയിലേക്ക് പോയാൽ അത് ഗൈർ മശ്റൂ, അള്ളാഹ് അനുവദിച്ചിട്ടുള്ള ശറഇന്റെ പുറത്തുള്ള ഒരു പ്രവർത്തനമാണ്. അതാണെങ്കിൽ അത് ഈദ്, റസൂലുള്ളാഹിന്റെ ഖബറിനെ ഈദൻ മക്കാനിയൻ, ഈദാക്കി തീർക്കലായി തീരും. ഇനി ഒരാൾ എന്ത് ചെയ്യാണ്? എല്ലാ വർഷത്തിലും റജബിൽ ഒരു ഉംറ അയാൾ എന്ത് ചെയ്യും? നേർച്ചയാക്കി. ഇനി നേർച്ച നേരാതെയും റജബിൽ പോകും. ആ റജബിൽ പോയിട്ട്, എല്ലാ റജബിലും പോയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറങ്ങനെ സിയാറത്ത് ചെയ്യും. കഴിഞ്ഞ റജബിൽ, അതിന്റെ മുമ്പത്തെ റജബിൽ സിയാറത്ത്, അതിന്റെ മുമ്പത്തെ റജബിൽ സിയാറത്ത്, മുമ്പത്തെ റജബിൽ സിയാറത്ത്. ഇതാണ് മുആവദ സമാനിയ.
സ്ഥിരമായിട്ട് ശവ്വാൽ 1 ചെറിയനാൾ വരുന്ന മാതിരി എല്ലാ കൊല്ലത്തിലും റജബില് ഒരു സിയാറത്ത്. അത് റസൂലുള്ള എന്റെ ഖബറിനെ ഈദാക്കരുതേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുള്ള ആ കാര്യത്തിന്, വിലക്കിയിട്ടുള്ള ആ കാര്യത്തിന് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് പാടില്ലാത്ത കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, ലാ തത്തഖിദു ഖബരി ഈദ വലാ ബുയൂതകും ഖുബൂറ. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മഖ്ബറകൾക്ക് സമാനമാക്കരുത്. മഖ്ബറാക്കരുത് അഥവാ മഖ്ബറ സമാനമാക്കരുത്. മഖ്ബറകൾ എന്ന് പറയുന്നത് നമസ്കരിക്കുവാനോ ദുആ ചെയ്യുവാനോ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുവാനോ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാനോ ഉള്ള സ്ഥലമല്ല, ഇബാദത്തുകൾക്കുള്ള സ്ഥലമല്ല. ഇബാദത്തും മഖ്ബറയും ഒത്തുപോകില്ല. വീടുകൾ മറിച്ചാണ്. വീടുകൾ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. നമസ്കാരത്തിന്റെ ഒരു മുഖ്യമായ വിഹിതം, പ്രധാന ഫർളായ നമസ്കാരങ്ങൾ ഒഴിച്ച് ബാക്കി സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിലാണ് നിങ്ങൾ നിറവേറ്റേണ്ടത്. അതുപോലെ തന്നെ ധാരാളമായ ഖുർആൻ പാരായണം ചെയ്യണം. വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴും വീട്ടിനകത്തിരിക്കുമ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനുള്ള ദിക്റുകളുണ്ട്. വകാന യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ദുആകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ അത് ചെയ്യാണ് വേണ്ടത്. വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്, നിങ്ങളിലേക്ക് നിയുക്തനായിട്ടുള്ള നബി എന്ന അർത്ഥത്തിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത്, നിങ്ങൾ എനിക്ക് എന്നോട് കാണിക്കേണ്ടത് സ്വലാത്തു സലാമുമാണ്. ഫഇന്ന തസ്ലീമക്കും യബ്ലുഗുനി ഐന കുൻതും. നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞാൽ, നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യാൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ഇവിടെ സ്വല്ലു അലയ്യ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലൂ എന്നുള്ളതാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് നബിക്ക് അല്ലാഹുവേ നീ സ്വലാത്ത് ചെയ്യണമെന്നാണ്. സ്വലാത്ത്, നമ്മളിൽ നിന്നുള്ള സ്വലാത്തിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ സന്നിധത്തിൽ മുഖറബീങ്ങളായ മലക്കുകളോട് അല്ലാഹു നബിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് നബിക്ക് ദറജ വർദ്ധിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെയൊക്കെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുഹമ്മദ് നബിക്കുള്ള ഈ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുവാനും മുഹമ്മദ് നബിയുടെ മനാസിലുകൾ ഉയർത്തുവാനും വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ദുആയാണത്. അത് നബി കേട്ടാലും കേട്ടില്ലെങ്കിലും അത് അത്രയല്ല. എന്നാ സലാമാണെങ്കിലോ, നബിക്ക് സലാം ഉണ്ടാകട്ടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്ന സലാമാണെങ്കിലോ, ഈ സ്വലാത്ത് സലാം രണ്ടും മഖ്റൂനത്താണ്. അതെവിടെ നമ്മൾ പറയുമ്പോഴും അധികം മഖ്റൂനത്തായിട്ടാണ് വരുന്നത്. റസൂലുള്ളാഹിന്റെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്താൽ തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സലാം പറയുന്നുണ്ട്. ഈ നമസ്കാരത്തിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്വലാത്തും അതേപോലെ തന്നെ സലാമും ഉണ്ട്. അതിൽ അസ്സലാമു അലൻ നബി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഇങ്ങനെ നിങ്ങൾ എനിക്ക് വേണ്ടി സലാം പറയുന്ന പറച്ചിൽ ഫഇന്ന തസ്ലീമക്കും. സ്വലാത്ത് എന്താണെങ്കിലും അള്ളാഹുവിനോടാണ്, അത് എവിടുന്നാണെങ്കിലും കുഴപ്പമില്ല. ഇനി സലാം പറയുകയാണെങ്കിൽ ആ തസ്ലീം തന്നെയും യബ്ലുഗുനി, എനിക്ക് എത്തിക്കൊള്ളും, ഐന കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും. പിന്നെന്തിനാണ്? നിങ്ങൾ മുആവദത്തോടു കൂടി ആവർത്തിക്കുന്ന രൂപത്തിൽ, കാലത്താൽ ആവർത്തിക്കുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ എന്റെ ഖബറിന്റെ സ്ഥലം ഉദ്ദേശിച്ചു കൊണ്ടുവന്ന് സ്ഥലത്താൽ ആവർത്തിക്കുന്ന രൂപത്തിൽ. എന്തിനാണ് നിങ്ങൾ എന്റെ ഖബറിനെ ഈദാക്കി തീർക്കുന്നത്? അതിന്റെ കാര്യമില്ല. നിങ്ങൾ എവിടെ നിന്ന് എനിക്ക് വേണ്ടി സ്വലാത്ത് ദുആ ചെയ്താലും, നിങ്ങൾ എവിടെ നിന്ന് എനിക്ക് വേണ്ടി സലാം പറഞ്ഞാലും അതെനിക്ക് എത്തിക്കൊള്ളും. അതെത്തിക്കാൻ അല്ലാഹുവിന്റെ മലായികത്തും സയ്യാഹികളുണ്ട്. യബ്ലുഗൂനി അൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്ത് എവിടെ വെച്ചുകൊണ്ട് എനിക്ക് സലാം പറഞ്ഞാലും ആ സലാം അവർ എനിക്ക് എത്തിച്ചു തരുന്നുണ്ട്. وقال سعيد بن منصور في سننه, സഈദ് ഇബ്നു മൻസൂർ അദ്ദേഹത്തിന്റെ സുനനിൽ റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു സംഭവം, സുഹൈൽ ഇബ്നു അബി സുഹൈൽ അദ്ദേഹം പറയുന്നു, റആനിൽ ഹസൻ ഇബ്നുൽ ഹസൻ, ഹസൻ ഇബ്നു ഹസൻ എന്നെ കണ്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹസന്റെ മകനാണ്. ഇൻദൽ ഖബർ, ഞാൻ ഖബറിന്റെ അരികിലാണ്. ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാദാനി, അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു.
വഹുവ ഫി ബൈതി ഫാത്തിമത യതഅശ, ഫാത്തിമയുടെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാല ഹലുമ്മ ഇലൽ അശ, എന്നിട്ട് പറഞ്ഞു ഭക്ഷണത്തിന് കൂടാൻ വേണ്ടി, രാത്രി ഭക്ഷണത്തിന് വാ എന്ന് പറഞ്ഞു. ഫഖുൽതു ലാ ഉരീദു, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി ഭക്ഷണം ആവശ്യമില്ല. ഫഖാല മാ ലി റഅയ്തുക ഇൻദൽ ഖബർ, നിന്നെ ഞാൻ കണ്ടത് റസൂലുള്ളാഹിന്റെ ഖബറിന് പോയി നിൽക്കുന്നതായിട്ടാണല്ലോ. ഫഖുൽതു സല്ലംതു അലൻ നബി, അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമല്ല, റസൂലുള്ളാഹിക്ക് ഒന്ന് സലാം പറയാൻ വേണ്ടിയിട്ട് ഖബറിന് പോയതാണ്. ഫഖാല ഇദാ ദഖൽതൽ മസ്ജിദ ഫസല്ലിം, അങ്ങനെ സലാം പറയണമെങ്കിൽ ഖബറിന് പോയിട്ട് സലാം പറയേണ്ട കാര്യമല്ല. പള്ളിയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് സ്വലാത്തും സലാമും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നത് സ്വലാത്തിൽ സലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ആ സ്വലാത്ത്, ആ സലാം അത് മതി, അല്ലാണ്ട് ഖബറിൽ പോയിട്ട് സലാം പറയേണ്ടതില്ല. സുമ്മ ഖാൽ, ഇത് പറഞ്ഞതിന് ശേഷം ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടി നടത്തുന്ന സ്വലാത്ത് സലാം അത് തന്നെ അയാൾക്ക് മതി. അത് പള്ളിയിലേക്ക് കയറുന്നിടത്താണല്ലോ, ഖബറുകളല്ലല്ലോ. പള്ളിയിലേക്ക് കയറുന്നിടത്താണെങ്കിലും എവിടുന്ന് സലാം പറഞ്ഞാലും സ്വലാത്ത് ചെയ്താലും യബ്ലുഗൂനി അൻ ഉമ്മത്തി അസ്സലാം, അതെനിക്ക് എത്തിച്ചു തരാൻ മലക്കുകളുണ്ട്. അത് അള്ളാഹുവിലേക്ക് എത്തുന്നു. അതിനുള്ള പ്രതിഫലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആ ദുആ, അതിന്റെ ഫضل അത് വർദ്ധിപ്പിക്കുന്നു. മറിച്ച് സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് അതിന്റെ തിരിച്ചവർക്കുള്ള ഫضل അവർക്ക് ലഭിക്കുന്നു. ആ കാര്യം അങ്ങനെ പോകും. അതിനുവേണ്ടി ഖബറിൽ വരേണ്ടതില്ല. എന്നിട്ട് സുമ്മ ഖാൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബിന്റെ പേരക്കുട്ടി മകനായ ഹസൻ എന്ന് പേരുള്ള ഒരു മകൻ അദ്ദേഹത്തിനുണ്ട്. ആ ഹസൻ പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ തത്തഖിദു ഖബരി ഈദ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്റെ ഖബർ നിങ്ങൾ ഈദാക്കരുത്. സ്വലാത്ത് എല്ലാം വേണ്ടി, ഒന്ന് സലാം പറയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കയറി ചെല്ലുന്ന ഒരു ഈദ് മക്കാനി അതാക്കി തീർക്കരുത്. വലാ തത്തഖിദു ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറ സമാനമാക്കരുത്. സ്വലാത്തില്ലാതെ, ഇബാദത്തില്ലാതെ, ദുആ ഇല്ലാതെ, ഖിറാഅത്തില്ലാതെ, ദിക്റില്ലാതെ മഖ്ബറ സമാനമാക്കി നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പരിവർത്തിപ്പിക്കരുത്. അതുപോലെ തന്നെ വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാത്തകും തബ്ലുഗനി ഹൈസുമാ കുൻതും, നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ നിങ്ങൾ എവിടെയാണെങ്കിലും അതെനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, ഖബറിന്മേലേക്ക് നിങ്ങളുടെ മനസ്സ് വല്ലാതെ പായേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെയും ക്രൈസ്തവരെയും ശപിക്കുകയുണ്ടായത് അവര് അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നത് കാരണത്താലാണ്. മാ അൻതും വമൻ ബിൽ അൻദുലുസ് ഇല്ലാ സവാ, ഇവിടെ ഈ മദീനത്ത് നിൽക്കുന്ന നിങ്ങളും അങ്ങ് സ്പെയിനിൽ നിൽക്കുന്ന ഒരാളും ഈ കാര്യത്തിൽ സമമാണ്. റസൂലുള്ളാഹിക്ക് സ്വലാത്തും സലാമും ചെല്ലുന്നതിൽ സമമാണ്. സ്പെയിനിൽ നിന്ന് ചെല്ലിയാലും, ഇന്ത്യയിൽ നിന്ന് ചെല്ലിയാലും, സൗദിയിൽ നിന്ന് ചെല്ലിയാലും, മദീനത്ത് ചെല്ലിയാലും, മദീനത്ത് നിന്ന് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പോയി ചെല്ലിയാലും അത് സമമാണ്. അതുകൊണ്ട് സ്വലാത്ത് ചെല്ലാനോ സലാം ചെല്ലാനോ വേണ്ടി ഖബറിലേക്ക് പോവുക എന്നുള്ളത് അത് ലാ തത്തഖിദു ഖബരി ഈദ എന്ന് പറഞ്ഞ വിലക്കിന് ലംഘനമായിരിക്കും. ആ വിലക്ക് നമ്മൾ ലംഘിക്കലായിരിക്കും എന്ന് ഹസൻ ഇബ്നു അലി അദ്ദേഹത്തെ പിടിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പൊ അത് ആ അധ്യായത്തിലെ അവസാനത്തെ ഹദീസാണ് നമ്മൾ വായിച്ചത്. ഇനി അതിലെ മസലകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മഞ്ചേരിയിൽ വെച്ചിട്ട് ഇത് തുടർച്ചയായിട്ട്, അപ്പോൾ ഈ വിഷയം വരാത്ത ആളുകൾക്ക് മസല പറയുമ്പോൾ വിഷയം കൂടി കിട്ടും. ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. وبهذا القدر أكتفي اليوم وأسأل الله العظيم رب العرش العظيم أن يتولانا في الدنيا والآخرة وأن يجعلنا جميعا من سعداء الدنيا والآخرة إنه على كل شيء قدير. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.